നമസ്കാരം. അനശ്വരനായ ഗായകൻ പി ജയചന്ദ്രൻ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു ശബ്ദത്തിന്റെ ഉടമയായിരുന്നു പി ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ മനോഹരമായ ആ ഗാനങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ നമുക്ക് ചുറ്റും ഉണ്ടാവില്ല. അനശ്വരമായ ശബ്ദവും ശരിക്കും ഭാവം തുളുമ്പുന്ന ആലാപനവും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ഗാനങ്ങൾ ലളിതഗാനമായിട്ടും ഭക്തിയായിട്ടും സിനിമാ ഗാനങ്ങളായിട്ടും നമുക്ക് നൽകിയിട്ട് പോയ പി ജയചന്ദ്രന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നു. മാർക്ക് ഫെല്ലർക്ക് പുറത്ത് നടന്നിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അറിഞ്ഞ നിമിഷം മുതൽ പുറത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ എമിലി ഒരു കാരണവശാലും മാർക്കിനെ പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചോടുകൂടി മാർക്ക് ഒന്ന് അയഞ്ഞു. പല കാര്യങ്ങളും സംസാരിച്ചിരിക്കുന്നിടയിൽ മാർക്ക് കൈ ഒന്ന് എമിലിയുടെ പുറത്തേക്ക് ഇട്ടു. ഷോൾഡറിലേക്ക് കൈവച്ച് മാർക്ക് സാവധാനം കൈ എമിലിയുടെ നെറ്റിയിലേക്ക് കൊണ്ടുവന്നു. എമിലിയോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ മാർക്ക് ആ നെറ്റിയിൽ ഒന്ന് അമർത്തി പ്രസ് ചെയ്തു. ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലെ സീനിയർ ആൽക്കമിസ്റ്റും ഡോക്ടറും കൂടിയായ മാർക്ക് ഫെല്ലർക്ക് ആ വിരല് അമർത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നന്നായിട്ട് അറിയാം. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും എമിലി മാർക്കിന്റെ കയ്യിലേക്ക് അങ്ങ് ചാഞ്ഞു. എമിലിയുടെ ബോധം മറഞ്ഞു എന്ന് മനസ്സിലായതും മാർക്ക് വിവിയനോട് പറഞ്ഞു, വിവിയൻ, നമുക്ക് എമിലി എവിടെയെങ്കിലും ഒളിപ്പിക്കണം. മാർക്ക് എന്താ പറയുന്നത്? വിവിയൻ, നീ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആ മാസ്റ്റർ ദുജോൺ നമ്മുടെ ഈ മിസ്റ്റിക് വേൾഡ് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ആ മാസ്റ്റർ ദുജോൺ ഇവിടെ എത്തും മുമ്പ് ഞാൻ മാസ്റ്റർ ദുജോനെ കണ്ടെത്തി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. മാർക്ക് ഫെല്ലർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് അത് കേട്ടപ്പോൾ വിവിയൻ മനസ്സിലായി. വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അപ്പോ എമിലി എന്ത് ചെയ്യും? അങ്ങനെ വിവിയൻ ചോദിച്ചതും മാർക്ക് എമിലി എടുത്ത് തോളി കിടത്തിട്ട് വിവിനോട് പറഞ്ഞു, ബാ. അവർ രണ്ടുപേരും കൂടി ആ മിസ്റ്റിക് വേൾഡിന്റെ അകത്തേക്ക് നടന്നു തുടങ്ങി. മിസ്റ്റിക് വേൾഡിൽ എമിലിയും മാർക്കും താമസിക്കുന്ന ആ ബിൽഡിംഗ് കഴിയുമ്പോൾ പുറഭാഗത്തേക്ക് മനോഹരമായ ഒരു മലയാണ്. ആ മല കയറി മാർക്കും വിവരും കൂടി പിന്നെയും മുന്നോട്ട് പോയി. എത്രത്തോളം ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിലേക്ക് പോകുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് എമിലിയും കൊണ്ട് അങ്ങനെ നടന്ന് മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഒരു ഭാഗത്തെത്തി. വളരെ വിശാലമായ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ആ ബ്ലാക്ക് കുടുംബക്കാർ മിസ്റ്റിക് വേൾഡായി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. നടക്കുമ്പോൾ ആ ചിന്തയാണ് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. വിവിയൻ അക്കാര്യം മാർക്കിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർ നടന്നെത്തിയത് ലേശം പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ള മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. ആ ഭാഗത്ത് എമിലി ബ്ലാക്കിനെ സുരക്ഷിതമായി മാർക്ക് കൊണ്ടുവന്ന് കിടത്തി. വേറെ അപകട സാധ്യതകളൊന്നും അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാർക്ക് വിവിയനുമായി വീണ്ടും ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിലിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. മാർക്ക് ഫെല്ലർ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ആ കാര്യം ഉറപ്പിച്ചതും വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പുറത്തിറങ്ങിയാൽ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. വിവിയൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മാർക്ക്, നീ എന്റെ മാസ്റ്ററെ കൊല്ലണം. വിവിയൻ, നീ എന്തായി പറയുന്നത്? നിന്റെ മാസ്റ്റർ ജോ വിൽസൺ നിന്റെ പിതാവല്ലേ? മാർക്ക്, അദ്ദേഹം എൻ്റെ പിതാവൊന്നുമല്ല. എൻ്റെ സർനെയിമും അദ്ദേഹത്തിൻ്റെ സർനെയിമും ഒന്നായിപ്പോയതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഒരു കുടുംബക്കാരൊന്നുമല്ല. അത് കേട്ടപ്പോൾ മാർക്കിന് ഒരു കൗതുകം. അല്ല, നീ എന്തിനാ ആളെ കൊല്ലുമെന്ന് പറഞ്ഞത്? മാർക്ക്, ആൾ ശരിയല്ല. വിവിയൻ, നീ കാര്യം പറ. മാർക്ക്, അയാള് എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്തവനാണ്. അങ്ങനെ പറഞ്ഞിട്ട് വിവിയൻ അവൻ്റെ കഥ പറഞ്ഞു. വിവിയൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടി ഇപ്പോൾ വിവിയൻ്റെ മാസ്റ്റർക്കൊപ്പമാണ്. മാസ്റ്റർ അവളെ അയാളുടെ കൂടെ കൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും വിവിയന്റെ മനസ്സ് ഹർട്ടായിട്ടുണ്ട്. വിവിയൻ പറഞ്ഞ കാര്യം സ്വാഭാവികമായിട്ടും മാർക്കിന് മനസ്സിലാവും. മാർക്കും ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആളാണ്. മാർക്ക് ഫെല്ലറും വിവിയനും കൂടി സംസാരിച്ച് മിസ്റ്റിക് വേൾഡിന്റെ വാതിലിന്റെ സമീപം എത്താറായപ്പോൾ പെട്ടെന്ന് വിവിയൻ മാർക്കിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. മാർക്ക് ഒന്ന് നിന്നേ. വിവിയൻ മാർക്കിന്റെ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞതും വിവിയന്റെ കണ്ണുകൾ ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് മാർക്ക് കണ്ടു. മാർക്കും അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒന്ന് പ്രകാശിച്ചു. ആ പ്രകാശം ആ വാതിൽ വഴി അവരുടെ മുന്നിലേക്ക് വന്നു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശമാണ് അകത്തേക്ക് വന്നത്. ആ പ്രകാശം പെട്ടെന്ന് ഒന്ന് മങ്ങുമ്പോൾ മാർക്ക് ഫെല്ലറും വിവിയനും അമ്പരപ്പോഴേ ആ കാഴ്ചയിലേക്ക് നോക്കുകയാണ്. രണ്ടാളുകൾ ഇത് അവർക്ക് മുന്നിൽ നിൽക്കുന്നു. കീ മാസ്റ്റർ ദുജോണും അയാൾക്കൊപ്പമുള്ള ഒരാളുമാണ് അകത്തേക്ക് വന്നതെന്ന് അവരെ കണ്ട നിമിഷത്തിൽ മാർക്കിന് മനസ്സിലായി. അത് മനസ്സിലാക്കിയതും മാർക്ക് പെട്ടെന്ന് ആ ആഗതർ മുന്നിലേക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു,
ഏയ് ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നത്? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം കേട്ടപ്പോൾ ആഗതരിൽ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു, ഇവനാണ് ആ കുട്ടിയെ സംരക്ഷിക്കുന്നത്. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്ന മാർക്ക് കണ്ടു. മാർക്കിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവർ പരസ്പരം സംസാരിക്കുന്ന കണ്ടതും മാർക്ക് അവരോട് ചോദിച്ചു, ഏയ് ചോദിച്ചത് കേട്ടല്ലേ, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇതിനകത്തേക്ക് വന്നത്? ഏയ് ഇവിടേക്ക് വരാൻ ഞങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. മാസ്റ്റർ ദുജോൺ, നീ എന്റെ അനുവാദമില്ലാതാണ് ഇതിനകത്ത് കടന്നിരിക്കുന്നത്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ആ ആഗതർ മുഖത്തോട് നോക്കി. എന്നിട്ട് അവർ തിരിഞ്ഞ് മാർക്കിനോട് ചോദിച്ചു, മാസ്റ്റർ ദുജോണോ? അങ്ങനെ ചോദിച്ചിട്ട് അവരൊന്ന് ചിരിച്ചു. അവർ മാർക്കിനോട് പറഞ്ഞു, ഏയ് ഞങ്ങളാരും ദുജോണൊന്നുമല്ല. അങ്ങനെ പറഞ്ഞിട്ട് അവർ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്ന അവരെ തടയാനായി മാർക്ക് ഫെല്ലർ മുന്നോട്ട് കയറി. മാർക്കിനറിയാം ഇനി ഇവിടെ കളിയൊന്നും ഓടത്തില്ല. ആ മിസ്റ്റിക് വേൾഡിലേക്ക് കടന്നിരിക്കുന്ന അവരെ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവർ വഴി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് പുതിയ ആളുകൾ എത്തും. വന്നിരിക്കുന്നത് ദുജോണും അയാൾക്കൊപ്പമുള്ള ആളുമാണെന്ന് പൂർണ്ണ ഉറപ്പിൽ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അയാളുടെ ബോഡിക്ക് ചുറ്റും ആ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തുകൊണ്ട് കയ്യിലേക്ക് ആ സുവർണപ്രകാശം കേന്ദ്രീകരിച്ചു. ഒരൊറ്റ ഇടിക്ക് ഇവരൊരു പാഠം പഠിപ്പിക്കണം. ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്ക് ഫെല്ലർ ശക്തമായ ഒരു ഒറ്റ ഇടി. മാർക്ക് ആഞ്ഞ് ഇടിച്ചപ്പോൾ മാർക്കിനെ തന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ് ആ വന്ന ആളുകൾ. മാർക്ക് അവരെ ഇടിച്ചപ്പോൾ കൗതുകപൂർവ്വം മാർക്കിന് നോക്കിയ അതിലൊരാൾ കൈ ഒന്ന് ഉയർത്തി. അയാളുടെ കൈ ചെറുതായിട്ട് ഒന്ന് ഉയർന്നതേ ഉള്ളൂ. ആ നിമിഷത്തിൽ മാർക്കിന്റെ ശക്തമായ പവർ പെട്ടെന്ന് ശൂന്യതയിൽ എന്നതുപോലെ അങ്ങ് അപ്രതീക്ഷിതമായി. മാർക്കിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വളരെ കാഷ്വൽ ആയിട്ട് കൈയൊന്ന് ഉയർത്തിയപ്പോൾ മാർക്കിന്റെ ആ അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് ഇത് ശൂന്യതയിൽ ലയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മാർക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് മാറുകയും ചെയ്തു. വളരെ കാഷ്വൽ ആയിട്ടാണ് ആ കൈ ഉയർത്തിയെങ്കിലും അതിലൊരു പവർ ഉള്ളതുകൊണ്ടാണ് മാർക്ക് പുറകോട്ട് മാറ്റപ്പെട്ടത്. മാർക്കിന്റെ അറ്റാക്കിനെ നിഷ്പ്രയാസം അവർ തടുത്തത് കണ്ടതും മാർക്കിന് ഒരു കാര്യം ബോധ്യമായി. ആ മേഖലയിൽ മാർക്കിനേക്കാൾ ആധിപത്യം ആ ആഗതർക്കുണ്ട്. അത് മനസ്സിലാക്കിയതും മാർക്ക് ഫിസിക്കൽ ബോഡി ഉപയോഗിച്ച് അവരെ നേരിടാൻ വേണ്ടി മുന്നോട്ടൊന്ന് കുതിച്ചു. മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചു വരുമ്പോൾ ആ ആഗതർ മാർക്കിനെ തന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ്. മാർക്ക് അടുത്ത് വന്ന് ശക്തമായി കൈ ഒന്ന് ഉയർത്തി ഇടിക്കാൻ ശ്രമിച്ചതും ആ ആഗതരിൽ ഒരാൾ വെറുതെ കൈ ഉയർത്തി മാർക്കിന്റെ തലയിലൊന്ന് തൊട്ടു. മാർക്കിന്റെ ബോഡിക്ക് മുകളിൽ അയാളുടെ കൈ വന്നതും മാർക്കിന്റെ കണ്ണുകൾ അടയും. മാർക്ക് താഴേക്ക് വീഴുകയും ചെയ്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് മാർക്ക് തറയിൽ വീണു കഴിഞ്ഞു. ഈ കാഴ്ച അല്പം മാറി നിന്ന് കാണുകയാണ് സാക്ഷാൽ വിവിയൻ വിൽസൺ. വിവിയൻ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിലൊരാൾ സാവധാനം തറയുന്ന മുകളിലേക്ക് ഉയർന്നു. അയാള് അല്പം മുകളിലേക്ക് ഉയർന്നിട്ട് കൂടെയുള്ള ആളോട് പറഞ്ഞു, ഞാൻ കണ്ടു. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അതിവേഗം മുന്നോട്ട് നീങ്ങിയാണ്. ശരിക്കും വായുവിലൂടെ അയാൾ അങ്ങ് തെന്നി പോവുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിച്ചെത്തി. ഇപ്പോൾ അയാളുടെ കയ്യിൽ എമിലി ബ്ലാക്ക് ഉണ്ട്. മാർക്ക് ഫെല്ലറും വിവിയനും കൂടി ആ മിസ്റ്റിക് വേൾഡിനകത്ത് വളരെ ഉള്ളിൽ ആരും കാണാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് എമിലിയെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഇവിടെ എത്തിയതേ ഉള്ളൂ. ആ സ്ഥലം കണ്ടുപിടിക്കാനും അവിടുന്ന് എമിലിയെ എടുത്തുകൊണ്ട് വരാനും ആ വന്ന ആളിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എമിലിയുമായി അവിടെ എത്തിയ ആള് മറ്റേ ആളോട് പറഞ്ഞു, മിസ് എമിലി ഗ്രാൻഡ് മാസ്റ്റർ ആയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എമിലിയെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നില്ല. മിസ്റ്റിക് വേൾഡിനകത്ത് കഴിയുന്ന ആളുകളുടെ ഓറ പൂർണ്ണമായും മിസ്റ്റിക് വേൾഡിനകത്ത് ഒതുങ്ങി നിൽക്കും. പുറത്തുള്ള ഒരാൾക്കും ആ ഓറ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. മിസ്റ്റിക് വേൾഡിനകത്തുണ്ടായിരുന്ന എമിലിയെ എങ്ങനെയാണ് അവർ കണ്ടെത്തിയെന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് അവർ പറയുന്നത്. എമിലി ബ്ലാക്ക് ഗ്രാൻഡ് മാസ്റ്ററായി ബ്രേക്ക് ചെയ്തപ്പോൾ അവർക്ക് എമിലിയുടെ ഓറ തികച്ചും അപ്രത്യക്ഷമായി കിട്ടുകയായിരുന്നു. ആ മിസ്റ്റിക് വേൾഡിന്റെ മുകളിൽ മറ്റു സ്ഥലത്തുള്ളതുപോലെ ആകാശമുണ്ട്. ആ ആകാശത്തും മേഘങ്ങളുണ്ടാവും. ആ മേഘങ്ങളുടെ ഭാഗമായിട്ടാണ് ആ ട്രിബുലേഷൻ മേഘങ്ങൾ വന്നത്. ആ ട്രിബുലേഷൻ മേഘങ്ങൾ ശരിക്കും ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ ശ്രമിച്ച എമിലി ബ്ലാക്കിന് മേൽ മിന്നലുകൾ പായിച്ചപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ ആ വന്നവർക്ക് എളുപ്പം പറ്റി. അത് ഫോളോ ചെയ്താണ് അവര് അവിടെ എത്തിയത്. അവർ പറയുന്ന കാര്യം കൃത്യമായിട്ടും വിവിയൻ മനസ്സിലായില്ലെങ്കിലും വിവിയൻ അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടു. തറയിൽ കിടക്കുന്ന മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കിയിട്ട് എമിലി ബ്ലാക്കുമായി വന്ന വഴിയെ മടങ്ങാനായി അവര് നടക്കുമ്പോൾ വിവിയൻ ഓടി അവരുടെ മുന്നിലേക്ക് വന്നു. വിവിയൻ അവർ രണ്ടുപേരും മുന്നിലേക്ക് കയറി അവരെ തടയാൻ ശ്രമിച്ചതും ആഗതരിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് വിവിയനോട് പറഞ്ഞു, ഏയ് നീ ഞങ്ങളെ എതിർക്കാൻ ശ്രമിക്കുകയാണോ?
ഈ മിസ്റ്റിക് വേൾഡിലെ പൊട്ടൽ പോലും ശരിയാക്കാൻ കഴിയാത്ത നീയാണോ ഞങ്ങളെ എതിർക്കാൻ പോകുന്നത്? ആ വന്ന ആഗതരിൽ ഒരാൾ അങ്ങനെ ചോദിച്ചപ്പോ വിവിയൻ ശരിക്കും അമ്പരപ്പോടെ ആ ആഗതരെ അറിയാതെ നോക്കി പോവുകയാണ്. അവൻ പെട്ടെന്ന് ആ ആഗതരോട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്തായി പറയുന്നത്? ആ പൊട്ടൽ ശരിയാക്കാൻ എന്നെ കൊണ്ട് എങ്ങനെ കഴിയും? അങ്ങനെ വിവിയൻ ചോദിച്ചതും ആ ആഗതരിൽ ഒരാൾ കൈ ഒന്ന് ഉയർത്തി. അയാളുടെ ആ ഉയർന്ന കൈയിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഒരു പ്രകാശം കേന്ദ്രീകരിച്ചു. ആ പ്രകാശത്തെ അയാൾ ആ മിസ്റ്റിക് വേൾഡിൽ വിവിയൻ കണ്ടെത്തിയ ആ ദൂരത്തിന്റെ ഭാഗത്തേക്ക് ഒന്ന് ചലിപ്പിച്ചതും അയാളുടെ കയ്യിലെ പ്രകാശം ആ ഭാഗത്ത് ഒന്ന് പതിച്ചു. അടുത്ത നിമിഷം വിവിയൻ ശരിക്കും ഞെട്ടി. ആ ദൂരം പെട്ടെന്നാണ് അങ്ങ് സീൽഡ് ആയത്. അവിടെ അങ്ങനെ ഒരു പൊട്ടൽ ഉണ്ടായിരുന്നുവെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത ശൈലിയിൽ ആ ദൂരം പൂർണ്ണമായി അടയപ്പെട്ടു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ വിവിയനോട് പറഞ്ഞു, ഏയ് നീ ഒരു കീ മാസ്റ്റർ ആണെന്ന് എനിക്കറിയാം. നിനക്ക് 8000-ഓളം കീകൾ റീഡ് ചെയ്യാൻ കഴിയുമെന്നും അറിയാം. ഒരു കീ മാസ്റ്റർക്ക് ഒരിക്കലും ഞങ്ങളോട് എതിരിടാൻ പറ്റില്ല. പിന്നെ നിന്റെ അറിവിലേക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം, എമിലിക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ എമിലിയുമായി മുന്നോട്ട് നടന്നു. ശരിക്കും മിസ്റ്റിക് വേൾഡിന്റെ വാതിലിലൂടെ അവർ പുറത്തു പോകുമെന്നാണ് യഥാർത്ഥത്തിൽ വിവിയൻ ധരിച്ചത്. പക്ഷെ വിവിയനെ അമ്പരപ്പിച്ചുകൊണ്ട് അവർ ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവർ ഏത് വഴി കൂടിയാണ് പോയെന്ന് പോലും വിവിയനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എമിലി ബ്ലാക്കും ആ രണ്ട് ആഗതരും ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ മാർക്ക് നല്ല ഉറക്കത്തിലാണ്. വിവിയൻ ഓടി ആ മിസ്റ്റിക് വേൾഡിൽ കൂടി ഒഴുകുന്ന ഒരു നദിയുടെ അടുത്തെത്തി അല്പം വെള്ളവുമായി ഓടി വന്ന് മാർക്കിന്റെ മുഖത്തേക്ക് തളിച്ചു. മാർക്കിന്റെ മുഖത്തേക്ക് ആ വെള്ളം തളിച്ച് അല്പസമയം കഴിഞ്ഞത് മാർക്ക് കണ്ണു തുറന്നു. ഏയ് വിവിയൻ, എന്താ അവരെവിടെ? മാർക്ക് അവർ പോയെന്നോ? ആരാ അവർ? മാർക്ക്, അവർ ശരിക്കും ശക്തരാണെന്നോ? അപ്പൊ എമിലി? മാർക്ക്, അവർ എമിലിയെ കൊണ്ടുപോയെന്നോ? മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് വിവിയൻ മാർക്കിനോട് ഇപ്പൊ പറഞ്ഞത്. ഹേയ് വിവിയൻ, ശക്തരാണെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും മാർഷൽ സെയിന്റുകളാണെന്നാണോ നീ പറയുന്നത്? ഏയ് മാർക്ക്, അവർ മാർഷൽ സെയിന്റ് ഒന്നുമല്ല, അതിനും അപ്പുറത്ത്, മൈറ്റി ലെവലിനും അപ്പുറത്ത് ആൾമൈറ്റി ലെവലിലുള്ളവരാണ്. ഈ വിവിയൻ, നീ എന്തായി പറയുന്നത്? ആൾമൈറ്റി ലെവലോ? അതെ മാർക്ക്, അവര് നമ്മുടെ ആ പൊട്ടല് അടച്ചു. ആ പൊട്ടൽ അടച്ചു എന്ന് വിവിയൻ പറഞ്ഞപ്പോ മാർക്ക് ഒരു നിമിഷം ശരിക്കും സ്തംഭിച്ചങ്ങ് നിന്നുപോവുകയാണ്. നേരത്തെ തന്നെ വിവിയൻ മാർക്കിനോട് ആ കാര്യം സൂചിപ്പിച്ചതാണ്. ഒരു ആൾമൈറ്റി ലെവലിലുള്ള ആളിന് മാത്രമേ ആ മിസ്റ്റിക് വേൾഡിന്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റൂ. ആ കേടുപാടുകൾ സെക്കൻഡുകൾ കൊണ്ട് തീർത്ത ആ വ്യക്തികൾ സ്വാഭാവികമായിട്ടും ആൾമൈറ്റി ലെവലിലുള്ളവരാണ്. മാർക്കിന് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഭൂമിയിൽ മാർഷൽ സെയിന്റുകൾ ജനിച്ചിട്ടേയില്ല. മാർഷൽ സെയിന്റുകൾ ജനിക്കാൻ സാധ്യതയുള്ളത് പിന്നീട് മിസ്റ്റിക് വേൾഡുകളിലാണ്. മിസ്റ്റിക് വേൾഡിനകത്തുള്ള മാർഷൽ സെയിന്റുകൾക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാനുള്ള അനുവാദമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും മിസ്റ്റിക് വേൾഡുകളിലെ മാർഷൽ സെയിന്റുകൾ അടുത്ത ലെവലുകളിലേക്ക് കടന്നതായിരിക്കുമോ? മൈറ്റി ലെവലിലേക്കും ആൾമൈറ്റി ലെവലിലേക്കും അങ്ങനെ ഏതെങ്കിലും മാർഷൽ സെയിന്റുകൾ എത്തിക്കാണോ? മാർക്കിന് ഒരു പിടിയില്ല. മാർക്ക് വിവിയനോട് പറഞ്ഞു, വിവിയൻ, അവരാരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാൻ പുറത്തിറങ്ങി ഒന്ന് തിരക്കാം. വിവിയനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ വഴി പുറത്തിറങ്ങി. ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽ വഴി പുറത്തിറങ്ങിയ മാർക്ക് ഫെല്ലർ നടന്ന് ആ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. വെള്ളച്ചാട്ടത്തെ കൂടി താഴേക്ക് ഇറങ്ങുമ്പോൾ മാർക്കിന് ആ കാര്യം ഏതാണ്ട് ബോധ്യമായി. ഇപ്പോ ആ വെള്ളത്തിൽ സ്പിരിച്വൽ എനർജിയുടെ ഒരു സാന്നിധ്യവുമില്ല. ആ ഗ്രീൻമൗൺ വില്ലയുടെ മുകൾ ഭാഗത്തായി കാണുന്ന മലകളിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ആ വെള്ളച്ചാട്ടത്തിൽ കൂടി താഴെ വീണ് ഒഴുകി താഴോട്ട് പോവുകയാണ്. ആ വെള്ളത്തിലേക്ക് മിസ്റ്റിക് വേൾഡ് വഴി കടന്നിരുന്ന ആ സ്പിരിച്വൽ എനർജി ഇപ്പോ വരുന്നില്ല. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ അരുവിയുടെ വശത്തുകൂടി ഗ്രീൻമൗൺ വില്ലയിലേക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ മൂക്കിലേക്ക് രൂക്ഷമായ ഗന്ധം അടിച്ചു കയറി തുടങ്ങി. ഡെഡ് ബോഡികൾ ചീഞ്ഞ അഴുകിയതിന്റെ ഗന്ധമാണ് മാർക്കിന് അനുഭവപ്പെട്ടു തുടങ്ങിയത്. വിവിയൻ നേരത്തെ ആ ഗ്രീൻമൗൺ വില്ലയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാർക്കിനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അതിന്റെ ആ തീവ്രത മാർക്കിന് അനുഭവപ്പെടുന്നത്. അകത്തേക്ക് നടക്കുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ മാർക്കിനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും മാർക്ക് തേങ്ങിപ്പോകുന്ന ശൈലിയിലാണ് അവിടുത്തെ കാഴ്ചകൾ. മാർക്കിന് നല്ല പരിചയമുള്ള ആളുകൾ പലരും ആ ഗ്രീൻമൗൺ വില്ലയിൽ ഉണ്ടായിരുന്നു. ആ ഗ്രീൻമൗൺ വില്ലയുടെ സെക്ഷൻ മാസ്റ്റർ ഷെൻ യാനിക്കാണെങ്കിലും മാർക്കാണ് യഥാർത്ഥത്തിൽ ആ സെക്ഷന്റെ എല്ലാം. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഏതാണ്ട് കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് അവിടുത്തെ കാഴ്ചയിൽ കണ്ട് മാർക്കിന് മനസ്സിലായി. ആ കാഴ്ചകളിലേക്ക് സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോൾ
മാർക്കിന്റെ മനസ്സിൽ പെട്ടെന്നാണ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൻ കടന്നു വന്നത്. ഷെന്യാനിക്കിനെയും കൂട്ടരെ അവസാനിപ്പിച്ച ആളുകൾ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനെ വെറുതെ വിടാൻ ഒരു സാധ്യതയില്ല എന്ന് മാർക്കിന് അറിയാം. അത് മനസ്സിലാക്കിയതും മാർക്ക് അതിവേഗം ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിലേക്ക് തിരിച്ചു. കാൻ സിറ്റിയിൽ നിന്ന് ക്വിൻഡസ് സിറ്റിയിലേക്ക് എപ്പോഴും ഫ്ലൈറ്റ് ഉണ്ട്, അതുപോലെ വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാർക്കിന് ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മാർക്കിന്റെ ഓറ പ്രത്യേക തന്ത്രങ്ങൾ ഉപയോഗിച്ച് റെസ്ട്രിക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. മാർക്കിന് ഇപ്പോൾ ഒരു ഹാഷ് മാർഷൽ സെയിന്റിന്റെ ഓറയുണ്ട്. ആ ഓറ തിരിച്ചറിയാൻ മാർഷൽ സെയിന്റുകൾക്ക് പറ്റും. അവര് ആരെങ്കിലും സമീപത്തുണ്ടെങ്കിൽ മാർക്കിന്റെ സാന്നിധ്യം അവരറിയും. ആ പേടി ഉള്ളതുകൊണ്ട് മാർക്കിന്റെ ഓറയെ ശരിക്കും കൺസീൽ ചെയ്തുകൊണ്ടാണ് ഗ്രീൻ മൂൺ വില്ലയിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഗ്രീൻ മൂൺ വില്ലയിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്കിന് ക്വിൻഡസ് സിറ്റിയിൽ എത്താൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നടക്കുക. ഊടുവഴികളിലൂടെയും മലകളിലൂടെയും വയലുകൾക്കിടയിലൂടെയൊക്കെ മാർക്ക് കാൻ സിറ്റിയിൽ നിന്ന് ക്വിൻഡസ് സിറ്റി ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ശരിക്കും മാർക്ക് നടക്കുകയാണോ ഓടുകയാണോ എന്ന് പറയാൻ കഴിയാത്ത ശൈലിയിലാണ് സഞ്ചരിക്കുന്നത്. ആളുകൾ സഞ്ചരിക്കാൻ സാധ്യതയില്ലാത്ത റൂട്ടുകളിലൂടെ മാർക്ക് ഓടിയും നടന്നുമൊക്കെയായി 2 ദിവസം പൂർത്തീകരിക്കുമ്പോഴാണ് ക്വിൻഡസ് സിറ്റിയിൽ എത്തുന്നത്. ക്വിൻഡസ് സിറ്റിയിൽ എത്തിയ മാർക്ക് ഏകദേശം രാത്രിയാണ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൽ എത്തുന്നത്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന്റെ ഗേറ്റിൽ എത്തിയപ്പോഴാണ് മാർക്കിന് ശരിക്കും ആശ്വാസമായത്. അവിടെ ഒരു കുഴപ്പവുമില്ല. ഗ്രീൻ മൂൺ വില്ലയ്ക്കകത്തേക്ക് ആ മിസ്റ്റിക് വെള്ളിയിൽ നിന്ന് മാർക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ മാർക്കിന് ആ ഗ്രീൻ മൂൺ വില്ലയുടെ അവസ്ഥ ബോധ്യമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു കാഴ്ചയുമില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം മാർക്കിന് അനുഭവപ്പെടുന്നുമില്ല. ഗ്രീൻ മൂൺ വില്ലയ്ക്കകത്ത് സ്പിരിച്വൽ എനർജിക്ക് പകരം ഡാർക്ക് എനർജി പതുക്കെ ഡെവലപ്പായി വരുന്നത് മാർക്ക് ശ്രദ്ധിച്ചിരുന്നു. അതൊന്നും ഇവിടെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനില്ല. മാർക്ക് അതിവേഗം പൗലി മാസ്റ്ററെ ആ വീട്ടിലേക്ക് വന്നു. പൗലി മാസ്റ്റർ വീട്ടിനകത്തേക്ക് മാർക്ക് ചാടി കയറി വരുമ്പോൾ പെട്ടെന്ന് മാർക്കിന് മുന്നിലേക്ക് പൗലി മാസ്റ്റർ ഓടിയെത്തി. പൗലി മാസ്റ്റർ ശരിക്കും അവരുടെ വീട് ആക്രമിക്കാൻ വന്ന ഒരാളെ നേരിടാനായിട്ടാണ് ഓടിയെത്തിയത്. അവർ മാർക്കിനെ ആക്രമിക്കാൻ തുടങ്ങും മുമ്പ് മാർക്ക് പറഞ്ഞു, ഞാനാണേ. മാർക്കിന്റെ ശബ്ദം കേട്ടതും പൗലി മാസ്റ്റർ മാർക്കിന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് മാർക്കിനെ കൊണ്ട് അതിവേഗം അവരുടെ സീക്രട്ട് ചേംബറിനകത്തേക്ക് കയറി. ആ സീക്രട്ട് ചേംബറിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഓറ പുറത്ത് അറിയാൻ പറ്റില്ല. മാർക്കിനെ അകത്ത് കയറ്റി അടച്ചതിന് ശേഷം പൗലി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പൗലി മാസ്റ്റർ, ഞാൻ ആ ഗ്രീൻ മൂൺ വില്ലിലെ സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. മാർക്ക്, നിന്നെ അവർ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ ഇപ്പോ പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു. പൗലി മാസ്റ്റർ, 3 മാസമായി ഞാൻ ഏകാന്തവാസത്തിലാണ്. സത്യത്തിൽ പുറത്ത് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയാനാണ് ഞാൻ വന്നത്. മാർക്ക്, ഞാൻ നിന്നോട് അത് പറയുന്നില്ല. അതിന് പകരം നീ ഒരു കാര്യം ചെയ്യും, നീ ആ മാസ്റ്റേഴ്സ് ഫോറം ഒന്ന് ഓണാക്കി നോക്ക്. മിസ്റ്റിക് വേൾഡിനകത്ത് കടന്നതിന് ശേഷം മാർക്ക് ഫോണ് ഓഫ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഒരു സിഗ്നലും മാർക്കിന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഫോണിന്റെ ആവശ്യം മാർക്കിന് വന്നതുമില്ല. മാർക്ക് പൗലി മാസ്റ്റർ പറഞ്ഞത് കേട്ടതും ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് മാർഷൽ ആർട്സ് ഫോറത്തിനകത്തേക്ക് ലോഗിൻ ചെയ്തു. മാർഷൽ ആർട്സ് ഫോറത്തിനകത്തേക്ക് കിടന്ന മാർക്ക് കാണുന്നത് അമ്പരപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ്. കഴിഞ്ഞ 3 മാസം കൊണ്ട് മാർക്കിന് പരിചയമുള്ള ലോകം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. മിസ്റ്റിക് വേൾഡുകൾ എന്നൊരു സംഭവം ഇപ്പോൾ കോമൺ ആയിരിക്കുകയാണ്. മിസ്റ്റിക് വേൾഡുകളിൽ ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ശക്തരുമാണ്. ആ ശക്തരായ മിസ്റ്റിക് വേൾഡിലെ ആളുകളും നേരത്തെ പുറത്തുണ്ടായിരുന്ന ആളുകളും തമ്മിൽ ഒരു സംഘർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റിക് വേൾഡിലെ ആളുകൾക്കൊപ്പമാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ സ്റ്റാൻഡ് എന്ന് മനസ്സിലാക്കി പലരും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെതിരെയും ശബ്ദിക്കുന്നത് ആ മാർഷൽ ആർട്സ് ഫോറത്തിൽ കാണാം. ആളുകൾ 2 ഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ്. നേരത്തെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളും മിസ്റ്റിക് വേൾഡിൽ നിന്ന് വന്ന ആളുകളും തമ്മിലുള്ള ആ ഉരസൽ പല സ്ഥലത്തും പല രീതിയിൽ നടക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ മാർഷൽ ആർട്സ് അക്കാഡമിക്കകത്ത് വെച്ചുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള പോസ്റ്റും മാർക്ക് വായിച്ചു. ആ പോസ്റ്റ് വായിക്കാൻ കാരണം ആ പോസ്റ്റ് ഷുവാങ് ടെങ്ങുമായി കണക്റ്റഡാണ്. ഷുവാങ് ആ മാർഷൽ ആർട്സ് അക്കാഡമിയിൽ അവന്റെ ആ വസതിയിൽ ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ അങ്ങോട്ട് വന്നു. മിസ്റ്റിക് വേൾഡുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടേക്ക് വന്നത്. അവര് ഷുവാങ്ങിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ അക്കാഡമിയിൽ പുതുതായി പഠിക്കാനെത്തിയ ആളുകളാണ്, ഞങ്ങൾക്ക് നിന്റെ ഈ വീട് ഇഷ്ടപ്പെട്ടു, നീ ഇവിടുന്ന് മാറണം. നിങ്ങൾ എന്തായി പറയുന്നത്? പുതിയ ആളുകൾക്ക് താമസിക്കാനായി വേറെ ബിൽഡിങ്ങുകളുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് പോകണം. ഇത് ഞാൻ താമസിക്കുന്ന വീടാണ്,
ഇവിടുന്ന് മാറാൻ പറ്റില്ല. ഷുവാങ് അത് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഷുവാങ്ങിനോട് പറഞ്ഞു, ഏയ് ഞങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിനുമേൽ പിന്നെ മറ്റാർക്കും അവകാശമില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ താമസിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഉടനെ മാറിത്തരണോ? അതെ, അതാ പറഞ്ഞത്. ഷുവാങ്ങിന് അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. ഷുവാങ്ങും അവർ തമ്മിൽ ഒന്ന് ഉരസലായി. ആത്യന്തികമായി ആ ഉരസലിന്റെ എൻഡിൽ ഷുവാങ് ബെഡിലായി. ഷുവാങ്ങിനെ കാര്യമായി ഇടിച്ച് പരുവപ്പെടുത്തിയിരിക്കുകയാണ് ആ മിസ്റ്റിക് വേൾഡിലെ ചെറുപ്പക്കാർ. അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇഷ്ടംപോലെ കമന്റ് കിടക്കുകയാണ്. ഷുവാങ്ങിന്റെ ടെങ് കുടുംബം ന്യൂസിലൻഡിലെ അറിയപ്പെടുന്ന ഒരു അരിസ്റ്റോക്രാറ്റിക് കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമാണ് ഷുവാങ് ടെങ്. അവിടെ യങ് ജനറേഷന്റെ ഒരു പ്രതീക്ഷയാണ് ഈ ഷുവാങ് ടെങ്. ആ ഷുവാങ് ടെങ്ങിനെ നിഷ്പ്രയാസം അടിച്ചൊതുക്കാൻ ഈ മിസ്റ്റിക് വേൾഡിൽ നിന്ന് വന്ന ചെറുപ്പക്കാർക്ക് ഒരു മടിയില്ല. ഈ വിവരം അറിഞ്ഞ കോങ് യാനിക് ആ ചെറുപ്പക്കാരെ നേരിടാൻ പോയ കഥയാണ് മറ്റൊരു പോസ്റ്റിലുള്ളത്. കോങ് യാനിക്കും ആ ചെറുപ്പക്കാരും തമ്മിൽ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന ഒരു ഫൈറ്റാണ് നടന്നത്. അവസാനം കോങ് യാനിക്കിനെ സുഹൃത്തുക്കളെല്ലാം കൂടി ചുമന്ന് കോങ് യാനിക്കിന്റെ മുറിയിൽ എത്തിക്കുകയായിരുന്നു. ഗുരുതരമായി കോങ് യാനിക്കിന് പരിക്കേറ്റിരിക്കുകയാണ്. കോങ് യാനിക് പൈറോയിലെ ജൂനിയേഴ്സിൽ നമ്പർ 2 ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ കോങ് യാനിക്കിനെ ഇടിച്ച് പരുവപ്പെടുത്താൻ ആ മിസ്റ്റിക് വേൾഡിലെ ചെറുപ്പക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങളൊക്കെ വല്ലാത്തൊരു ചർച്ച ആ ജിങ്ദു മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആളുകൾ പലരും കമന്റ് ചെയ്യുന്ന കൂട്ടത്തിൽ മാർക്ക് ഫെല്ലറെ കുറിച്ച് പറയുന്നുണ്ട്. ജിനിയാവോ സെക്ലൂഷനിലാണ്, മാർക്കിനെ ആണെങ്കിൽ കാണാനുമില്ല. മാർക്കിനെ വകവരുത്താനായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനും മിസ്റ്റിക് വേൾഡുകളിലെ ആളുകളൊക്കെ ശ്രമിക്കുന്ന കഥ മിക്കവാറും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതിന് മറുപടിയായി മറ്റു ചില കമന്റുകളുമുണ്ട്. മാർക്കിന്റെ സ്വന്തം ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇത്. ഈ കമന്റുകളും സംഭവങ്ങളൊക്കെ വായിച്ച മാർക്ക് അമ്പരപ്പോടെ പൗലിമാസ്റ്റർ ചോദിച്ചു, പൗലിമാസ്റ്റർ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഏയ് മാർക്ക്, നീ പോയതിനു ശേഷം നിന്നെ തേടി രംഗത്തിറങ്ങിയത് 7 മാർഷൽ സെയിന്റുകളാണ്. 7 മാർഷൽ സെയിന്റുകൾ മാർക്കിനെ തേടി രംഗത്തിറങ്ങിയെന്ന് കേട്ടപ്പോൾ മാർക്ക് അറിയാതെ ആ ചുവരിലേക്ക് ഇങ്ങ് ചാരി പോവുകയാണ്. ഒരു മാർഷൽ സെയിന്റിനെ നേരിടാനുള്ള പാട് മാർക്കിന് അറിയാം. അപ്പോഴാണ് 7 ആളുകൾ മാർക്കിനെ തേടി ഇറങ്ങിയ കഥ മാർക്ക് കേൾക്കുന്നത്. മാർക്ക്, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ മാത്രമല്ല മിസ്റ്റിക് വേൾഡുകാരും നിന്നെ തിരക്കാൻ മാർഷൽ സെയിന്റുകളെ ഉപയോഗിക്കുകയാണ്. ആ വാൻ വെസ്റ്റ്മാൻ എപ്പോഴും ഒരു മാർഷൽ സെയിന്റുമായിട്ടാണ് നടക്കുന്നത്. നിന്നെ കിട്ടിയാൽ തീർക്കുമെന്ന് അയാൾ പറയുന്നത്. അങ്ങനെ പൗലിൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞ ആ നിമിഷത്തിൽ പൗലിൻ മാസ്റ്ററെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജിലേക്ക് നോക്കിയ പൗലിൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്ത് ശബ്ദം കേട്ടാലും നീ പുറത്തിറങ്ങരുത്. പൗലിൻ മാസ്റ്റർ, എന്താ സംഭവം? മാർക്ക്, ഞാൻ പറയുന്ന കേൾക്ക്, എന്ത് കേട്ടാലും എന്ത് സംഭവിച്ചാലും നീ പുറത്തിറങ്ങരുത്. അങ്ങനെ പറഞ്ഞിട്ട് അവർ അതിവേഗം ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവര് വാതിലടച്ചിട്ട് പൗലിൻ മാസ്റ്ററുടെ വസതിയിലേക്ക് നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഒരു ശബ്ദം കേട്ടു. പൗലിൻ മാസ്റ്റർ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ഇവിടെയൊന്നും ഇല്ലാതെ കറങ്ങി നടന്നാൽ അതെങ്ങനെ ശരിയാകും? ആ ശബ്ദം ആ സീക്രട്ട് മുറിയിലിരിക്കുന്ന മാർക്ക് ഫെല്ലർക്ക് പരിചയമുള്ള ശബ്ദമാണ്. സാക്ഷാൽ വാൻ ഗസ്മാന്റെ ശബ്ദമാണ് മാർക്ക് കേൾക്കുന്നത്. ഇവനെന്തിനാ ഇവിടെ വന്നത്? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ വാൻ ഗസ്മാനോട് പൗലിൻ മാസ്റ്റർ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പൗലിൻ മാസ്റ്റർ, ഇതെന്ത് ചോദ്യമാ നിങ്ങൾ ചോദിക്കുന്നത്? ഞാൻ എന്തിനാ ഇവിടെ വരുന്നത്? നിങ്ങളെ കാണാൻ. നിങ്ങളെപ്പോലെ ഒരു സുന്ദരി ഇവിടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരാതിരിക്കും? നിന്നോട് കമാൻഡർ ലാരി ഹോംസ് ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ? പൗലിൻ മാസ്റ്റർ, മിസ്റ്റർ ഹോംസ് പറഞ്ഞാൽ ഞാനത് അനുസരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അന്ന് പിന്നെ ഞാൻ അങ്ങ് പോയെന്നല്ലേ ഉള്ളൂ. കമാൻഡർ ലാരി ഹോംസ് ഇടപെട്ടതിന് ശേഷം വാൻ ഗസ്മാൻ അവിടേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവൻ വീണ്ടും വന്നിരിക്കുകയാണ്. പൗലിൻ മാസ്റ്റർ, മിസ്റ്റർ ലാരി ഹോംസ് പറഞ്ഞാൽ നിങ്ങളെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റൂ? നിങ്ങളെപ്പോലെ ഒരു സുന്ദരി എന്റെ മനസ്സിൽ കയറി പറ്റിയാൽ ഞാനിങ്ങനെ ഇറക്കി വിടുക? വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കണ്ണ് അടയ്ക്കുമ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്നാ പിന്നെ നിങ്ങൾക്കിപ്പോൾ കഴിയാൻ രീതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വളരെ കൂളായിട്ട് വാൻ ഗസ്മാൻ അത് പറയുമ്പോൾ സീക്രട്ട് മുറിക്കകത്തിരിക്കുന്ന മാർക്ക് ഫെല്ലർ കൈ രണ്ടും അമർത്തി പിടിക്കുകയാണ്. മാർക്കിന് അത് കേട്ടിട്ട് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. പക്ഷെ മാർക്കിന് പൗലിൻ മാസ്റ്റർ വ്യക്തമായി ആ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. അതുകൊണ്ട് മാത്രം മാർക്ക് 2 കൈയും മുറുകി പിടിച്ച് ആ മുറിക്കകത്ത് നിൽക്കുമ്പോൾ പൗലിൻ മാസ്റ്റർ വാൻ ഗസ്മാനോട് പറയുന്നത് മാർക്കിന് കേൾക്കാം. വാൻ ഗസ്മാൻ, നീ ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ഇവിടേക്ക് വരാൻ പാടില്ല എന്നാണ്. പൗലിൻ മാസ്റ്റർ, നിങ്ങൾ എന്താ വീണ്ടും അതേ കഥ തന്നെ പറയുന്നത്?
അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പൗലും മാസ്റ്റർ അടുത്തേക്ക് നീങ്ങി. പൗലും മാസ്റ്റർ ദേഹത്ത് കൈവയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ് വാൻ ഗസ്മാൻ. വാൻ ഗസ്മാൻ അടുത്തേക്ക് വരുന്ന കണ്ടതും പൗലും മാസ്റ്റർ വാൻ ഗസ്മാനോട് പറഞ്ഞു, ഏയ് ഗസ്മാൻ, നീ അതിരുകൾ ലംഘിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഗസ്മാനോട് പൗലും മാസ്റ്റർ പറഞ്ഞതും ഗസ്മാൻ പൗലും മാസ്റ്ററെ പുറത്തു തൊടാതെ പൗലും മാസ്റ്റർ ചുറ്റും ഒന്ന് നടന്നു തുടങ്ങി. കുറുക്കൻ കോഴിക്കോടിന് ചുറ്റും കറങ്ങുന്ന പോലെ ഗസ്മാൻ പൗലും മാസ്റ്റർ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. ഹേയ് പൗലും മാസ്റ്റർ, സത്യമായിട്ടും നിങ്ങളൊരു സംഭവമാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കിടക്കയിലെത്തും. അക്കാര്യത്തിൽ എനിക്ക് വേറെ സംശയമൊന്നുമില്ല. പക്ഷെ തൽക്കാലം ഞാനിവിടെ വന്നത് മറ്റൊരു കാര്യം ചോദിക്കാനാണ്. ആ മാർക്ക് ഫെല്ലറും എമിലി ബ്ലാക്കും എവിടെ പോയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഏയ് ഗസ്മാൻ, എനിക്കെങ്ങനെ അറിയാതെ? ഏയ് പൗലും മാസ്റ്റർ, നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. തൽക്കാലം ഇന്ന് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അടുത്ത തവണ ഞാനിവിടെ വരുമ്പോൾ ഇതാകില്ല എൻ്റെ പെരുമാറ്റം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾക്കൊപ്പം വന്ന ആ മാർഷൽ സെയിന്റുമായി അവിടുന്ന് പുറത്തേക്ക് നടന്നു. ഏകദേശം ഒരു 7-8 മിനിറ്റ് നേരം ഒരു ശബ്ദവും കേൾക്കാതായതും മാർക്ക് ഫെല്ലർ ആ സീക്രട്ട് റൂമിന്റെ വാതിൽ തുറക്കാൻ പോയതും പുറത്തുനിന്ന് വാതിൽ തുറക്കപ്പെട്ടു. അകത്തേക്ക് പൗലും മാസ്റ്റർ കടന്നു. പൗലും മാസ്റ്റർ അകത്തേക്ക് കടന്നും മാർക്ക് പൗലും മാസ്റ്ററോട് ചോദിച്ചു, ആ വാൻ ഗസ്മാൻ വന്നിരുന്നു അല്ലേ? മാർക്ക്, നീ അത് വിട്. പൗലും മാസ്റ്റർ, അവനെ ഞാൻ കൊല്ലും. ഏയ് മാർക്ക്, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. തൽക്കാലം നീ ഇതിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. മാർക്ക് ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആയ കാര്യം പൗലും മാസ്റ്റർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. മാർക്കിന് ഇപ്പോൾ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിന്റെ മുകളിൽ മാർഷൽ സെയിന്റ് ലെവലിൽ നിൽക്കുന്ന ആളുകളെ നേരിടാൻ മാർക്കിന് പറ്റില്ല. ആ ലെവലിലുള്ള ആളുകളെ നേരിടണമെങ്കിൽ മാർക്ക് മാർഷൽ സെയിന്റ് ആയേ പറ്റൂ. ആ കാര്യമാണ് പൗലും മാസ്റ്റർ മാർക്കിനോട് പറയുന്നത്. മാർക്ക്, നിനക്കറിയാമല്ലോ ന്യൂ ഇയറിൽ ഒരു മാർഷൽ സെയിന്റ് ജനിക്കുന്ന കാര്യം. നീയും അറിഞ്ഞു കാണും ഒരു മാർഷൽ സെയിന്റ് ജനിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച ആരുമല്ല മാർഷൽ സെയിന്റ് ആയത്. പുതിയ മാർഷൽ സെയിന്റ് ഷൂ ഹുയാങ് ആണ്. ഷൂ ഹുയാങ്, അതെ മാർക്ക്, ഷൂ ഹുയാങ് ഞങ്ങളുടെ ഏജിലുള്ള ആളാണ്. ലാരി ഹോംസിനും സീനിയർ ജിയാങ് ഹീക്കും എനിക്കും ഒപ്പമുള്ള ഒരാളാണ്. ലാരി ഹോംസിനും ജിയാങ് ഹീക്കും ഒപ്പം ശക്തനൊന്നും ആയിരുന്നില്ല ഈ ഷൂ ഹുയാങ്. ലാരിക്കും ജിയാങ്ങിനും തൊട്ട് താഴെയായിരുന്നു ഈ ഷൂവിന്റെ സ്ഥാനം. ഷൂവിന് ഒരിക്കലും അവർ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ അതുകൊണ്ടാണ് സെക്ലൂഷനിലേക്ക് പോയത്. അയാളാണ് ഇപ്പോൾ മാർഷൽ സെയിന്റ് ആയിരിക്കുന്നത്. മാർക്ക്, നിനക്കറിയാമോ, അയാൾ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ആളുകളുടെ ഭാഗത്താണ്. മിസ്റ്റിക് വേൾഡുകാർ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളെ ശല്യം ചെയ്യുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഷൂ ഹുയാങ് ആണ്. മാർക്കിന് അതൊരു വലിയ ആവേശമുണ്ടാക്കിയ കാര്യമായി. ഷൂ ഹുയാങ് പുതിയ മാർഷൽ സെയിന്റ് ആണ്. അയാൾ പക്ഷേ മിസ്റ്റിക് വേൾഡിന് പുറത്ത് മാർഷൽ സെയിന്റ് ആയ ആളാണ്. അയാൾ അതുകൊണ്ട് തന്നെ മിസ്റ്റിക് വേൾഡിന് പുറത്തുള്ള ആളുകളുടെ ഭാഗമായതിൽ ഒരു അതിശയമില്ല. അയാൾ അവർക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് മാർക്കിനെ സന്തോഷിപ്പിച്ചപ്പോൾ മാർക്ക് പൗലും മാസ്റ്ററോട് പറഞ്ഞു, പൗലും മാസ്റ്റർ, എനിക്ക് സീനിയർ ജിയാങ് ഹിയെ ഒന്ന് കാണണം. മാർക്ക്, നീ എന്തിനാ സീനിയറിനെ കാണണം? പൗലും മാസ്റ്റർ, എനിക്ക് ആ 9 സീക്രട്സ് ഒന്ന് പഠിക്കണം. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ പൗലും മാസ്റ്റർ ഒന്ന് പുഞ്ചിരിച്ചു. ഹേയ് മാർക്ക്, ജിയാങ് ഹി സാധാരണഗതിയിൽ ആരെയും ആ 9 സീക്രട്സ് പഠിപ്പിക്കില്ല. പക്ഷേ ഞാനും ജിയാങ് ഹിയും തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു. ആ ബെറ്റ് നീയുമായി കണക്റ്റഡ് ആണ്. നീ മാർഷൽ സെയിന്റ് പവർ നേടുമെന്ന് ഞാൻ ബെറ്റ് വെച്ചപ്പോൾ അത് സംഭവിക്കില്ലെന്നാണ് ജിയാങ് ഹി പറഞ്ഞത്. പക്ഷെ നീ ആ മാർഷൽ സെയിന്റ് പവർ നേടിയപ്പോൾ ശരിക്കും എൻ്റെ ബെറ്റ് വിജയിച്ചു. ആ ബെറ്റ് അനുസരിച്ച് നിന്നെ ജിയാങ് ഹി ഉറപ്പായും 9 സീക്രട്സ് പഠിപ്പിക്കും. അത് കേട്ടത് മാർക്ക് സന്തോഷത്തോടെ പൗലും മാസ്റ്റർ ചോദിച്ചു, പൗലും മാസ്റ്റർ, എവിടെയാ സീനിയർ താമസിക്കുന്നത്? സീനിയർ ജിയാങ് ഹി താമസിക്കുന്ന അഡ്രസ്സ് പൗലും മാസ്റ്റർ മാർക്കിന് പറഞ്ഞു കൊടുത്തതും മാർക്ക് പൗലും മാസ്റ്ററോട് യാത്ര പറഞ്ഞിറങ്ങി. ഇറങ്ങുന്ന സമയത്ത് മാർക്കിനോടായി പൗലും മാസ്റ്റർ പറഞ്ഞു, ഏയ് മാർക്ക്, നീ ശ്രദ്ധിക്കണം. പൗലും മാസ്റ്റർ മാർക്കിനോട് അങ്ങനെ പറയുമ്പോൾ മാർക്ക് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ട് യാത്ര തിരിച്ചു. മാർക്ക് അവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ പൗലും മാസ്റ്റർ മാർക്കിൽ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്കിന് സീനിയർ ജിയാങ് ഹിയുടെ അടുത്തെത്താൻ നടക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. മാർക്ക് ഏതെങ്കിലും വാഹനം ഉപയോഗിച്ചാൽ അത് കണ്ടുപിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാർക്ക് നടന്നു പോകാമെന്ന് തീരുമാനിച്ചത്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലെ റോഡിന്റെ എതിർഭാഗത്ത് ഒരു വനം സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്ക് അവിടെ മുതലേ വനം വഴിയാണ് യാത്ര. ആ വനത്തിലൂടെ യാത്ര ചെയ്ത് കൃത്യം 3-ാം ദിവസമായപ്പോൾ മാർക്ക് ഒരു സ്ഥലത്തെത്തി. ശരിക്കും നല്ല വീതിയുള്ള
ഒരു നദിയുടെ കരയിലേക്കാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. ആ നദിയിലുള്ള ദ്വീപിലാണ് സാക്ഷൽ ജിയാങ്ഹി ഉള്ളത്. വളരെ വിശാലമായൊരു ദ്വീപാണ്. ആ നദിക്കരയിൽ നിന്ന് ആ ദ്വീപിലേക്ക് പോകാനായി ബോട്ട് സംവിധാനങ്ങളുണ്ട്. മാർക്ക് അവിടേക്ക് പോകാനായി ഒരു ബോട്ട് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്കിന് പെട്ടെന്ന് അനവധി ഓറകളുടെ സാന്നിധ്യം ആ തീരത്ത് അനുഭവപ്പെട്ടു. മാർക്ക് കാടുകൾക്കിടയിലൂടെയും ആളുകൾ ശ്രദ്ധയപ്പെടാത്ത സ്ഥലങ്ങളിൽ കൂടിയൊക്കെ നടന്നാണ് ആ നദിയുടെ കരയിലേക്ക് വന്നത്. അവിടെ എത്തപ്പോൾ തന്നെ അതിശക്തമായ ഓറയുടെ വൻ സാന്നിധ്യം മാർക്കിന് അനുഭവപ്പെടുകയാണ്. അങ്ങനെ അനുഭവപ്പെട്ടതും മാർക്ക് ആ കാടിനകത്ത് മരങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് മാർക്ക് ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ മാർക്കസ് ലെവലിലുള്ള ഒരുപാട് ആളുകൾ ആ നദിയുടെ കരയിലുള്ളതായി മാർക്ക് കണ്ടു. ഇത്രയും മാർക്കസുകൾ എന്തിനാ ഈ കരയിലേക്ക് വരുന്നത്? ആ കരയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിലാണ് സാക്ഷൽ ജിയാങ്ഹി ഉള്ളത്. ജിയാങ്ഹിയെ കാണാനാണോ ഈ മാർക്കസുകൾ വന്നത്? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ ജിയാങ്ഹിയുടെ തൊട്ടു മുന്നിൽ സാക്ഷാൽ മാർഷൽ സെയിന്റ് ലോർഡ് സീസർ നിൽക്കുകയാണ്. ഏയ് ജിയാങ്ഹി, ഞാൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ നിർദ്ദേശം നിന്നോട് പറയാനാ വന്നത്. സീനിയർ സീസർ അങ്ങ് പറഞ്ഞാലും ജിയാങ്ഹി, ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളെയും പുതിയ ആളുകളെയൊക്കെ ചേർത്ത് അസോസിയേഷൻ ശക്തമാക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ട ആളുകളിൽ ഒരാൾ നീയാണല്ലോ. അതുകൊണ്ടാണ് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ വന്നത്. നീ ഉറപ്പായും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഭാഗമാകണം. വളച്ചുകെട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ആ സീനിയർ മാർഷൽ സെയിന്റ് സീസർ അത് പറഞ്ഞതും ജിയാങ്ഹി സീസറോട് പറഞ്ഞു, സീനിയർ, അങ്ങക്ക് വ്യക്തമായും എന്നെക്കുറിച്ച് അറിയാം. ഒരു കാരണവശാലും ഞാൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി സഹകരിക്കില്ല എന്നുള്ള കാര്യവും അങ്ങേക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങയുടെ റിക്വസ്റ്റ് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഏയ് ജിയാങ്ഹി, നീ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ അംഗീകരിച്ച് അവർക്കൊപ്പം കൂടിയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയാനുള്ള നിർദ്ദേശമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. സീസർ അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവ് എന്താണെന്ന് വ്യക്തമാക്കിയതും ജിയാങ്ഹി സീസറോട് പറഞ്ഞു, അങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു നൽകിയ ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ അങ്ങയ്ക്ക് അർഹതപ്പെട്ടതാണ്. അങ്ങയ്ക്ക് യുക്തമായി ഇത് തീരുമാനിക്കും. ജിയാങ്ഹി താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വളർന്നു വന്ന ഒരാളാണ്. വളർന്ന് മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ജിയാങ്ഹി ആ സത്യം മനസ്സിലാക്കിയത്. മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട് വളരണമെങ്കിൽ ഒരുപാട് റിസോഴ്സസ് വേണം. പക്ഷെ ആ റിസോഴ്സസ് ഒക്കെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ റിസോഴ്സസ് അവരിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജിയാങ്ഹി അന്ന് ജിങ്ദുവിലേക്ക് വരുന്നത്. അന്ന് ന്യൂ സെലസ്റ്ററായി ജിങ്ദു മേഖല മാറിയിട്ടില്ല. ജിങ്ദുവും യാൻ സിറ്റിയും സെലസ്റ്ററും 3 സിറ്റിയായി നിൽക്കുന്ന സമയമാണ്. ജിങ്ദു ആണ് അന്ന് ടോപ്പ്. പുതിയ രാജ്യ തലസ്ഥാനം ഉണ്ടായപ്പോഴാണ് ന്യൂ സെലസ്റ്റർ എന്ന് നാമധേയം മാറുന്നത്. ജിങ്ദുവിൽ അന്ന് എത്തിയ ജിയാങ്ഹി മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയതിനു ശേഷം അവിടെ മിസ്റ്റിക് വേൾഡിനകത്ത് കടന്നിരുന്നു. മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കിടന്ന ജിയാങ്ഹി അവിടെ വെച്ചാണ് മാർഷൽ സെയിന്റുകൾ ഉണ്ടെന്നുള്ള കാര്യം ശരിക്കും തിരിച്ചറിയുന്നത്. മാർഷൽ സെയിന്റുകളുള്ള ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്ന ജിയാങ്ഹിയെ കൊല്ലാൻ ആ മാർഷൽ സെയിന്റുകൾ തീരുമാനിച്ചപ്പോൾ അവരെ തടുത്തത് സീസറാണ്. സീസർ അന്ന് ജിയാങ്ഹിയെ രക്ഷിക്കുകയും മിസ്റ്റിക് വേൾഡിന് പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തിരുന്നു. ആ കഥകളൊക്കെ ജിയാങ്ഹിയുടെ മനസ്സിലുണ്ട്. ഒരു തവണ മാർക്കിനോട് മിസ്റ്റിക് വേൾഡിനകത്ത് കടന്നുവെന്നും അവിടെ വെച്ച് മാർഷൽ സെയിന്റുകളെ കണ്ടുവെന്നും ആ നിമിഷം മുതലാണ് താൻ ഒന്നുമല്ല എന്നൊരു തോന്നൽ ജിയാങ്ഹിക്ക് ഉണ്ടായെന്നൊക്കെ ജിയാങ്ഹി മാർക്ക് ഫെല്ലോട് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റിക് വേൾഡിനകത്ത് കടക്കുന്നവരെ താൻ ശക്തനാണെന്നുള്ള ബോധം ജിയാങ്ഹിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മിസ്റ്റിക് വേൾഡിനകത്ത് കടന്നപ്പോഴാണ് അയാളെക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്ന മാർഷൽ സെയിന്റുകൾ ഒരുപാട് ആ മിസ്റ്റിക് വേൾഡിനകത്ത് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അന്ന് ജിയാങ്ഹി മനസ്സിലാക്കിയത്. ആ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ജിയാങ്ഹിയുടെ മനസ്സിലേക്ക് വരുന്നത്. ജിയാങ്ഹി പറഞ്ഞത് കേട്ടതും സീസർ ജിയാങ്ഹിയോട് പറഞ്ഞു, ഏയ് ജിയാങ്ഹി, അന്ന് നിന്നെ ഞാൻ രക്ഷിച്ചത് നിനക്ക് ടാലന്റ് ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ്. ടാലന്റ് ഉള്ള ആളുകളെ എനിക്ക് പൊതുവെ ഇഷ്ടവുമാണ്. ആ ടാലന്റ് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ അന്ന് കൊല്ലാതിരുന്നത്. പക്ഷെ ആ ടാലന്റ് കൊണ്ട് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ഇപ്പോൾ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നിന്നെ ഇനി ജീവിക്കാൻ അനുവദിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറഞ്ഞിട്ട് സീസർ അയാളുടെ ഇന്റേണൽ എനർജി പതുക്കെ റിലീസ് തുടങ്ങി. ശരിക്കും ഒരു മാർഷൽ സെയിന്റിന്റെ ശക്തി പൂർണ്ണമായും വെളിവാകുന്ന ശൈലിയിൽ
സീസറിൽ നിന്ന് ആ ഇന്റൽ എനർജി പതുക്കെ ചുറ്റും പരക്കുകയാണ്. ശക്തമായൊരു പ്രഷർ സ്വാഭാവികമായിട്ടും ജിയാങ്ഹിക്ക് മുകളിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ജിയാങ്ഹി ആ നിമിഷത്തിൽ കണ്ണുകൾ അടച്ചു. കണ്ണടച്ചിരിക്കുന്ന ജിയാങ്ഹിയെ നോക്കിയിട്ട് മാർഷൽ സെയിന്റ് സീസർ അയാളുടെ കൈ ഒന്ന് മുറുക്കി അതിശക്തമായി ജിയാങ്ഹിയെ ഇടിക്കാനായി കൈ മുന്നോട്ട് കൊണ്ടുവന്നു. ശരിക്കും കൈ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സീസർ ആ കൈ അവിടെ സ്റ്റോപ്പ് ചെയ്തു. കണ്ണടച്ചിരിക്കുന്ന ജിയാങ്ഹിയെ ഒന്ന് നോക്കിയിട്ട് സീസർ തിരിച്ചങ്ങ് നടക്കുകയാണ്. തൻ്റെ ബോഡിക്ക് നേരെ ശക്തമായൊരു ഊർജം വരുന്നത് ജിയാങ്ഹിക്ക് അറിയാം. ഒരു സാധാരണ മാർഷൽ സെയിന്റ് അല്ല ജിയാങ്ഹിയെ ആക്രമിക്കുന്നത്. മാർഷൽ സെയിന്റുകളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് സീസർ. ആ സീസറാണ് ആക്രമിക്കുന്നത്. സീസർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അറിയാവുന്ന ജിയാങ്ഹി അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാതെ കണ്ണടച്ച് ധ്യാനത്തിലങ്ങ് ഇരുന്നതാണ്. തനിക്ക് നേരെ ശക്തമായൊരു പ്രഷർ പാഞ്ഞു വരുന്നത് ജിയാങ്ഹി അറിയുകയും ചെയ്തതാണ്. എന്നിട്ടും ജിയാങ്ഹി കണ്ണു തുറന്നില്ല. അല്പനേരം കണ്ണടച്ചിരുന്ന ജിയാങ്ഹി കണ്ണു തുറക്കുമ്പോൾ ദൂരേക്ക് നടന്നു പോകുന്ന സീസറുടെ ബോഡി കാണാം. ആ നിമിഷത്തിൽ ജിയാങ്ഹിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നീതീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്ന് വാശിയുള്ള ആളാണ് ഈ മാർഷൽ സെയിന്റ് സീസർ. ടാലന്റുള്ള ആളുകളോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെയുള്ള ആളുകൂടിയാണ് സീസർ. അക്കാര്യം വർഷങ്ങൾക്ക് മുമ്പേ സ്വയം ബോധ്യപ്പെട്ട ജിയാങ്ഹി സീസറെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ നദിയുടെ മറുകരയിൽ മാർക്ക് ഫെല്ലർ വനത്തിനകത്ത് അങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. മാർക്കിന് വനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല. മാർക്ക് ആ മാർഷൽ മാർക്വിസുകൾ എന്തിനാണ് അവിടെ എത്തിയെന്നറിയാതെ അങ്ങനെ അവരെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള ആ ദ്വീപിൽ നിന്ന് ഒരു ബോട്ട് മാർക്ക് നിൽക്കുന്ന കരയിലേക്ക് വരുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടു. ആ ബോട്ടിന്റെ മുൻവശത്ത് ഒരാൾ അങ്ങനെ നിൽക്കുകയാണ്. ആ ആളെ കണ്ട മാർക്ക് ശരിക്കും ഞെട്ടി. അത് സാക്ഷാൽ മാർഷൽ സെയിന്റ് ലോർഡ് സീസറാണ്. ലോർഡ് സീസറുടെ ഓറ മാർക്കിന് കൃത്യമായിട്ട് അറിയാം. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൽ വെച്ച് ആ ഓറയുടെ സാന്നിധ്യം മാർക്ക് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരത്ത് നിന്ന് പോലും മാർക്കിന് അത് തിരിച്ചറിയാൻ പറ്റും. സീസർ സീനിയർ ജിയാങ്ഹിയുടെ അടുത്ത് എന്തിനായിരിക്കും പോയത്? സീസർ ജിയാങ്ഹിയെ കൊല്ലാനായിരിക്കുമോ പോയത്? അതോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കുമോ? പലതരത്തിലുള്ള ചോദ്യങ്ങൾ മാർക്കിന്റെ മനസ്സിലേക്ക് വരികയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ആ ബോട്ട് കരയിലടുത്തു. ബോട്ടിൽ നിന്ന് സീസർ താഴെ ഇറങ്ങുമ്പോൾ ആ മാർക്വിസ്റ്റുകൾ ഓടി സീസർ അടുത്തേക്ക് വന്നു. ലോർഡ് സീസർ, ജിയാങ്ഹി എന്തേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ സീസർ അതിവേഗം റോഡിന്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. സീസർ റോഡിന്റെ ഭാഗത്തേക്ക് നടക്കുന്ന കണ്ടതും ബാക്കിയുള്ള മാർക്വിസ്റ്റുകളും സീസർക്കൊപ്പം റോഡിന്റെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. ഏതാനും സ്റ്റെപ്പുകൾ നടന്ന സീസർ പെട്ടെന്ന് ഒന്ന് നിന്ന സീസർ തിരിഞ്ഞ് മുകളിൽ കാണുന്ന വനത്തിൽ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നോക്കി. സീസർ നോക്കിയത് കൃത്യമായും മാർക്ക് ഫെല്ലർ നിൽക്കുന്ന അതേ പോയിന്റിലേക്കാണ്. സീസറുടെ നോട്ടം തൻ്റെ നേരെയാണെന്ന് ബോധ്യമായ മാർക്ക് ശരിക്കും നിശബ്ദനായി ആ മരത്തിലിങ്ങനെ ചാരി നിൽക്കുകയാണ്. മാർക്ക് തൻ്റെ ഓറ ശരിക്കും റെസ്ട്രിക്ട് ചെയ്ത് പിടിച്ചിട്ടും ആ ഓറ ഐഡന്റിഫൈ ചെയ്യാൻ മാർഷൽ സെയിന്റായ സീസർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സീസർ മാർക്ക് ഫെല്ലർ നിൽക്കുന്ന ആ പോയിന്റിലേക്ക് നോക്കിയത്. താനിതാ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യം മാർക്ക് തിരിച്ചറിയുകയാണ്. മാർക്ക് ശബ്ദിക്കാതെ അനങ്ങാതെ ആ മരത്തിൽ അങ്ങനെ ചാരി നിൽക്കുമ്പോൾ മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് ഏതാനും സെക്കൻഡുകൾ നേരം സൂക്ഷിച്ച് നോക്കുന്ന സീസർ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ആ നിമിഷത്തിൽ സീസർക്കൊപ്പമുള്ള ഒരു മാർക്വിസ് സീസറോട് ചോദിച്ചു, ലോർഡ് സീസർ എന്താ സംഭവം? ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ ലോർഡ് സീസർ വീണ്ടും റോഡിന്റെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി. അവിടെ വാഹനങ്ങളൊക്കെ ആ റോഡിൽ കിടക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ആ എൻ്റെ ടീമും റോഡിലേക്ക് കയറി. അവരുടെ വാഹനങ്ങൾ മൂവ് ചെയ്യുന്ന ശബ്ദം മാർക്കിന് കേൾക്കാം. എന്നിട്ടും മാർക്ക് അനങ്ങിയില്ല. ഏകദേശം അരമണിക്കൂറോളം മാർക്ക് ആ മരത്തിൽ അങ്ങനെ ചാരി നിന്നു. താൻ പിടിക്കപ്പെട്ടു എന്ന് 100% മാർക്കിന് ഉറപ്പായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ സീസർ മാർക്കിന്റെ അടുത്തേക്ക് വന്നില്ല. ഏകദേശം 30 മിനിറ്റ് ആയപ്പോൾ അവിടെയുള്ള ഒരു വള്ളം അഴിച്ചെടുത്ത് മാർക്ക് പതുക്കെ നദിയിലൂടെ തുഴഞ്ഞു തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോൾ മാർക്ക് ആ ദ്വീപിലെത്തി. ജിയാങ്ഹി കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയാണ്. പെട്ടെന്ന് ജിയാങ്ഹി കണ്ണു തുറന്നു. ഒരു ഓറയുടെ സാന്നിധ്യം അറിഞ്ഞതുകൊണ്ടാണ് ജിയാങ്ഹി കണ്ണു തുറന്നത്. ജിയാങ്ഹി കണ്ണു തുറക്കുമ്പോൾ അവിടേക്ക് ഓടി വരുന്ന മാർക്ക് ഫെല്ലറെ കാണുകയാണ്. മാർക്ക്, നീ എപ്പോഴാ എത്തിയ? സീനിയർ, ഞാൻ കുറച്ചു നേരമായി എത്തിയിട്ട്.
സീനിയർ, ലോർഡ് സീസറും കുറെ മാർക്കിസ്റ്റിലും കൂടി ആ നദിക്കരെ കൂടെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. മാർക്ക്, സീസർ നിന്നെ കണ്ടില്ലേ? ജിയാങ് ഹി അത് ചോദിച്ചതും മാർക്ക് ഫെല്ലർ നടന്ന സംഭവങ്ങളൊക്കെ ജിയാങ് ഹിയോട് പറഞ്ഞു. അത് കേട്ടതും ജിയാങ് ഹി അവിടെ നടന്ന കാര്യങ്ങളും മാർക്കിനെ ധരിപ്പിച്ചു. അത് കേട്ടതും മാർക്ക് ജിയാങ് ഹിയോട് ചോദിച്ചു, സീനിയർ, അങ്ങയെയും എന്നെയും എന്തുകൊണ്ടാകാം ലോർഡ് സീസർ കൊല്ലാതെ വിട്ടത്? മാർക്ക്, ഈ സീസർ ആള് ശരിക്കും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അദ്ദേഹത്തിന് ടാലൻ്റ് ഉള്ള ആളുകളെ പണ്ട് മുതലേ വലിയ ഇഷ്ടമാണ്. നിന്നെ കൊല്ലാതെ വിട്ടതും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ലോർഡ് സീസറെ കുറിച്ചുള്ള ജിയാങ് ഹിയുടെ വിലയിരുത്തൽ കേട്ടതും മാർക്ക് ഫെല്ലർക്ക് അതിൽ ഒരു വാസ്തവമുണ്ടെന്ന് തോന്നി. മാർക്കിനും അത് ബോധ്യപ്പെട്ടതാണ്. മാർക്ക് നിൽക്കുന്ന സ്ഥലം സീസർ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതാണ്. സീസർ മനഃപൂർവ്വം മാർക്കിനെ കണ്ടില്ല എന്ന് വെച്ചു എന്നതാണ് സത്യം. മാർക്ക് ആലോചിച്ചിരിക്കുന്ന കണ്ടതും ജിയാങ് ഹി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എവിടെയായിരുന്നു? സീനിയർ, ഞാനും എമിലിയും ഒടുവിൽ കഴിയുകയായിരുന്നു. ഇപ്പോ എമിലിക്ക് എങ്ങനെയുണ്ട്? എമിലി ആള് സുഖമായിരിക്കുന്നോ? സീനിയർ, എമിലി എന്നോടൊപ്പം ഇല്ല. എമിലി നിന്നോടൊപ്പം ഇല്ലെന്നോ? എമിലി പിന്നെ എങ്ങോട്ട് പോയി? അങ്ങനെ ജിയാങ് ഹി ചോദിച്ചതും മാർക്ക് ഫെല്ലർ ജിയാങ് ഹിയോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. സീനിയർ, എന്റെ പുറത്ത് അതിൽ ഒരാൾ തൊട്ടപ്പോൾ ഞാൻ ശരിക്കും ബോധം കെട്ട് വീഴുകയായിരുന്നു. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവർ അയാൾക്കുണ്ട്. അയാൾ ശരിക്കും ശക്തനാണ്. മാർക്ക് ഫെല്ലർ പറഞ്ഞ കഥ കേട്ടപ്പോൾ ജിയാങ് ഹിയും ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. എന്തായാലും എമിലി ബ്ലാക്കിന് കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിൽ ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവര് കുഴപ്പക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. മാർക്കിനെയും വിവിനെയും കൊല്ലാൻ അവർക്ക് എളുപ്പം പറ്റുമായിരുന്നു. അവർ കൊന്നില്ലെന്ന് മാത്രമല്ല, വിവിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ മിസ്റ്റിക് വേൾഡിലെ പരിക്ക് അവർ ഭേദപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ജിയാങ് ഹിക്കും മാർക്കിന്റെ അതേ അഭിപ്രായമാണ്. പെട്ടെന്ന് ജിയാങ് ഹി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സീനിയർ, എനിക്ക് ആ 9 സീക്രട്സ് അങ്ങയുടെ കയ്യിൽ നിന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മാർക്ക് ഫെല്ലർ തന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചതും ജിയാങ് ഹി മാർക്കിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും മുഖാമുഖം ഇരുന്നതും ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിന്റെ ഡിവൈൻ സെൻസിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ പഠിച്ചാലേ എളുപ്പം പഠിക്കാൻ പറ്റും. മാർക്ക് തന്റെ മനസ്സ് കേന്ദ്രീകരിച്ചതും ജിയാങ് ഹിയുടെ ഡിവൈൻ സെൻസ് മാർക്കിന്റെ ഡിവൈൻ സെൻസിലേക്ക് കയറി. ഒരു ഡിവൈൻ സെൻസ് നമ്മുടെ സെൻസിലേക്ക് കയറുമ്പോൾ നമ്മുടെ സെൻസ് ശക്തമാണെങ്കിൽ നമുക്ക് ആ സെൻസിനെ തള്ളിക്കളയാം. നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ സെൻസിന് നമ്മളിലേക്ക് കയറാൻ പറ്റൂ. ജിയാങ് ഹിയുടെ സെൻസിന് മാർക്കിന്റെ സെൻസിനൊപ്പം പ്രവർത്തിക്കാൻ മാർക്ക് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അനുവാദം കൊടുത്തതും 9 സീക്രട്സ് ഓഫ് ടാവോയിസം എന്ന ജിയാങ് ഹിയുടെ ആ രഹസ്യ സ്പെല്ലുകൾ ജിയാങ് ഹി മാർക്കിനെ പഠിപ്പിച്ചു തുടങ്ങി. ആ 9 സീക്രട്സിലെ ഓരോന്നും പഠിക്കാൻ ശരിക്കും ഒരുപാട് സമയമെടുക്കും. സാധാരണഗതിയിൽ ആ സീക്രട്സ് മുഴുവൻ പഠിച്ചെടുക്കാൻ 15 ദിവസമെങ്കിലും വേണം. പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കേട്ട് ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതിന് 15 ദിവസം വേണമെന്നാണ്. അത് പ്രാക്ടീസ് ആക്കി എടുക്കാൻ ചിലപ്പോൾ ഒരുപാട് കാലങ്ങളെടുക്കും. ജിയാങ് ഹിക്ക് ഇതുവരെയും ആ 9 സീക്രട്സ് പൂർണ്ണമായും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ 9 സീക്രട്സിന്റെ ആ സ്പെല്ലുകൾ എല്ലാം ജിയാങ് ഹിക്ക് അറിയാം. ജിയാങ് ഹി അത് ഒന്നൊന്നായി മാർക്കിനെ പഠിപ്പിച്ചു തുടങ്ങി. അതിവേഗമാണ് ആ ദിവസം കടന്നുപോയത്. ഈ സമയത്ത് സാക്ഷാൽ ലോർഡ് സീസർ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ മടങ്ങിയെത്തി. വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഗൂഷിങ്ങിന്റെ മുറിയിലേക്ക് സീസർ കടന്നു വന്നതും ഗൂഷിങ് സീസറോട് ചോദിച്ചു, അങ്കിൾ, ജിയാങ് ഹി വന്നോ? ഇല്ല, വന്നില്ല. അപ്പൊ ജിയാങ് ഹി തീർത്തോ? ഇല്ല. 2 ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണ് സീസർ പറഞ്ഞത്. അങ്കിൾ, അതെന്താ ജിയാങ് ഹി അങ്കിൾ ഒന്നും ചെയ്യാതിരുന്നത്? യങ് മാസ്റ്റർ, ജിയാങ് ഹി ശരിക്കും ശക്തനാണ്. അങ്കിൾ എന്താ പറയുന്നത്? അങ്കിൾ ഒരു മാർഷൽ സെയിന്റ് ആണ്, അതും സീനിയർ മാർഷൽ സെയിന്റ്. അങ്ങയുടെ മുന്നിൽ ജിയാങ് ഹി ഒന്നുമല്ല എന്നുള്ള കാര്യം എനിക്കറിയാവുന്നതല്ലേ. ജിയാങ് ഹി ഇപ്പോ പരമാവധി ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആയിരിക്കും, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. ഇപ്പൊ അനവധി ആളുകൾ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജിയാങ് ഹിയും മാക്സിമം എത്താൻ സാധ്യതയുള്ള അവിടെയാണ്. അത് ഓർമ്മിച്ചുകൊണ്ടാണ് ഗൂഷിങ് അങ്ങനെ പറഞ്ഞത്. ഗൂഷിങ് പറഞ്ഞ ആ കാര്യം കേട്ടതും ജിയാങ് ഹിയെ കണ്ട സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഞാൻ അതുകൊണ്ടല്ല ജിയാങ് ഹിയെ കൊല്ലാതിരുന്നത്. അവന് 9 സീക്രട്സ് ഓഫ് ടാവോയിസം അറിയാം. അവന്റെ കയ്യിൽ നിന്ന് അത് പഠിക്കാതെ അവനെ വകവരുത്തിയാൽ അത് നമ്മളെ മാർഷൽ ആർട്സ് അസോസിയേഷന് വൻ നഷ്ടമാണ്. ജിയാങ് ഹിക്ക് മാത്രം അറിയാവുന്ന 9 സീക്രട്സ് സ്വാഭാവികമായും ജിയാങ് ഹി കൊല്ലപ്പെട്ടാൽ അന്യം നിന്ന് പോകും.
ജിയാങ്ഹിയെ അത് ആരെങ്കിലും പഠിപ്പിക്കുന്നത് വരെ ജിയാങ്ഹിയെ നിലനിർത്തണമെന്നാണ് സീസർ പറഞ്ഞു വരുന്നത്. സീസറുടെ ആ അഭിപ്രായം കേട്ടപ്പോൾ ഗൂഷിങ് അല്പനേരം നിശബ്ദനായിരുന്നു. ജിങ്ഡോ മാർഷൽ ആർട്സ് അസോസിയേഷനുമായി സഹകരിക്കാത്ത ആളുകളെ ഒന്നൊന്നായി ഒഴിവാക്കുന്ന ഒരു സിസ്റ്റമാണ് ജിങ്ഡോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് ജിയാങ്ഹിയെ സഹകരിപ്പിക്കാൻ ഗൂഷിങ് ആദ്യം തീരുമാനിച്ചത്. സഹകരിക്കുന്നില്ലെങ്കിൽ കൊല്ലുക, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. രണ്ടും നടന്നില്ല. ഗൂഷിങ് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് ഒരാള് കടന്നു വന്നു. കറുത്ത വസ്ത്രം ധരിച്ച ആ വ്യക്തി കടന്നു വന്നോടം തന്നെ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ലോർഡ് സീസർ ജിയാങ്ഹിയെ കൊല്ലാത്തത് വേറെയും കാരണങ്ങൾ കൊണ്ടാണ്. ആ മുറിയിലേക്ക് കടന്നു വന്ന ആ വ്യക്തി അങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഗൂഷിങ്ങിന്റെ ശ്രദ്ധ അയാളിലേക്ക് തിരിഞ്ഞു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ആ ചോദ്യം ഗൂഷിങ് ചോദിച്ചതും ഗൂഷിങ്ങിനെ നോക്കിയിട്ട് ആ കറുത്ത വസ്ത്രധാരി സീസറോട് പറഞ്ഞു, ലോർഡ് സീസർ, ഞാൻ അങ്ങയുടെ ചരിത്രം ശരിക്കും പഠന വിധേയമാക്കി. അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം കാണാൻ പറ്റി. അങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് ജിയാങ്ഹിയെ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ച കാര്യം ഞാൻ വായിച്ചായിരുന്നു. അങ്ങേക്കായിരുന്നു അന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ കാവൽ ചുമതല ഉണ്ടായിരുന്നത്. അങ്ങ് പക്ഷേ ആ മിസ്റ്റിക് വേൾഡിലേക്ക് അതിക്രമിച്ച് കയറിയ ജിയാങ്ഹിയെ കൊലപ്പെടുത്തിയില്ല. അതിന്റെ കാരണമായി ഞാൻ കണ്ടത് പുതിയ ടാലന്റുകളോട് അങ്ങേക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങ് ജിയാങ്ഹിയെ കൊല്ലാത്തതെന്നാണ്. ലോർഡ് സീസർ, അങ്ങേക്ക് ഇപ്പോഴും ആ ഇഷ്ടം ജിയാങ്ഹിയോട് നിലനിൽക്കുകയാണല്ലേ? അതുകൊണ്ടാണല്ലേ അങ്ങ് ജിയാങ്ഹിയെ കൊല്ലാത്തത്? അങ്ങനെ ആ കറുത്ത രൂപം പറഞ്ഞതും സീസർ അയാളുടെ കൈ ഒന്ന് അനക്കിയതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ശരിക്കൊരു ഫോഴ്സ് ആ കൈയിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുകയും ആ കറുത്ത വേഷധാരിയെ എടുത്തിങ്ങ് തെറിപ്പിക്കുകയും ചെയ്തു. തെറിച്ചു വീണ ആ കറുത്ത വേഷധാരി അയാളുടെ കറുത്ത വസ്ത്രം ഒന്ന് മാറ്റുമ്പോൾ ആളുകൾക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് ഹീറ്റെങ് ആണ്. ജിങ്ഡോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഹീറ്റെങ്ങും. ഹീറ്റെങ് കുറെ നാളുകളായിട്ട് അങ്ങോട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ. പാടുപെട്ട് എണീറ്റ ഹീറ്റെങ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ ഗൂഷിങ്, അങ്ങ് എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ ഈ ജിയാങ്ഹിയെ ഞാൻ വകവരുത്താം. ഏയ്, നീ എന്തായി പറയുന്നത്? ജിയാങ്ഹിയെ ആരെന്ന് എഴുതിയിട്ടാ നീ ഇങ്ങനെ പറയുന്നത്? നിന്നെ കണ്ടാൽ പരമാവധി ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിന്റെ കരുത്തുണ്ടെന്നേ മനസ്സിലാവൂ. ഈ കരുത്തിൽ നിനക്കിങ്ങനെയാ ജിയാങ്ഹിയെ തോൽപ്പിക്കാൻ പറ്റും? ഒരേ ലെവലിൽ ജിയാങ്ഹിയെ ആരും തോൽപ്പിക്കാൻ സാധ്യതയില്ല. ജിയാങ്ഹിയും ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണ്. ആ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആയിരിക്കുന്ന ജിയാങ്ഹിയെ തോൽപ്പിക്കാൻ ഹെക്ടർ ടെങ്ങിന് പറ്റില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഗൂഷിങ് അങ്ങനെ പറഞ്ഞത്. ഗൂഷിങ് പറഞ്ഞത് കേട്ടതും ഹെക്ടർ ടെങ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, അങ്ങ് എനിക്കൊരു ചാൻസ് നൽകിയാൽ അങ്ങയുടെ ഈ അഭിപ്രായം തെറ്റാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവന്റെ കോൺഫിഡൻസ് കണ്ടതും ഗൂഷിങ് അല്പം നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹെക്ടർ ടെങ്ങിനോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് ഞാൻ 3 ദിവസത്തെ സമയം തരാം. 3 ദിവസത്തിനകം നീ റിസൾട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും ഹെക്ടർ ടെങ് ഗൂഷിങ്ങിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തൊട്ടുപുറകെ സീസറും ഇറങ്ങി. സീസർക്ക് ഹെക്ടർ ഇടയ്ക്ക് കയറി ഇടപെട്ടതിൽ ഒട്ടും അങ്ങോട്ട് ഇഷ്ടം വന്നിട്ടില്ല. ആ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സീസർ മാർഷൽ ആർട്സ് അക്കാഡമിയിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് നടന്നു തുടങ്ങിയത്. ഈ സമയത്ത് ജിയാങ്ഹി മാർക്കിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാർക്ക് അതിവേഗം 8 സീക്രട്ടുകളും പഠിച്ചു. 9ാമത്തെ സീക്രട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ മാർക്കിന് പെയിൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും കഴിഞ്ഞ 8 സീക്രട്ടുകളും മാർക്ക് പഠിച്ചെടുക്കുമ്പോൾ മാർക്കിന് ശരിക്കും പെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ പെയിൻ അനുഭവിച്ചുകൊണ്ട് മാർക്ക് ആ സീക്രട്ടുകൾ പഠിക്കുകയായിരുന്നു. മാർക്കിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ജിയാങ്ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, തൽക്കാലം നമുക്ക് നിർത്താം. അങ്ങനെ 9ാമത്തെ സീക്രട്ട് പഠിക്കുന്നതിന് മുന്നേ ആ ആക്ടിവിറ്റി നിർത്തിവെച്ചു. ജിയാങ്ഹി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇപ്പോ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? സീനിയർ, എനിക്കിപ്പോ ശരിക്കും ശക്തി തോന്നുന്നുണ്ട്. ഓക്കെ, നീ ഒന്ന് നിന്റെ ശക്തി ഉപയോഗിച്ച് നോക്കി. ജിയാങ്ഹിയുടെ ആവശ്യം കേട്ടതും മാർക്ക് ഫെല്ലർ അവൻ പുതുതായി പഠിച്ച ആ വേർഡ് ഫോർമുല ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. ആ 9 വേർഡ് ഫോർമുലയിലെ 1ാമത്തെ സെക്ഷനാണ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത്. ആ സെക്ഷൻ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മാർക്കിന് ശരിക്കും അങ്ങോട്ട് ഒരു ശക്തി ഫീൽ ചെയ്യാണ്. ഒരു വല്ലാത്ത പവർ ബോഡിയിൽ വന്നതുപോലെ മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പവർ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാർക്ക് കൈ ഒന്ന് നിവർത്തി ദൂരോട്ട് കാണുന്ന ഒരു മരം ലക്ഷ്യമാക്കി ഒരൊറ്റ ഇടി. മാർക്ക് ഫെല്ലർ ആ മരത്തിനെ നോക്കി അതിശക്തമായി ഒന്ന് ഇടിച്ചതും മാർക്കിന്റെ കൈയുടെ ആ ചലനം ഒരു വൻ കൊടുങ്കാറ്റ് തന്നെ ആ കൈയുടെ ദിശയ്ക്ക് നേരെ ഉണ്ടാക്കി. ഒരു ഘോഘാര ശബ്ദത്തോടുകൂടി ആ കാറ്റ്
ആ മരത്തിൽ വന്നിടിച്ചു. ആ മരത്തിൽ വന്നിടിക്കുന്ന നിമിഷത്തിൽ മരത്തിന് കേടുപാട് ഉണ്ടാകുമെന്ന് ജിയാങ്ഹിയും മാർക്കും മനസ്സിലാക്കിയതാണ്. പക്ഷേ സംഭവിച്ചത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ മരം മാത്രമല്ല, കണ്ണെത്താ ദൂരത്തോളമുള്ള അനവധി മരങ്ങൾ ആ ഒരൊറ്റ ഇടിയിൽ താഴേക്ക് വീണു. ശരിക്കും കുറേ ഏരിയ ഒറ്റ ഇടിക്ക് മരുഭൂമിയാക്കപ്പെട്ടതുപോലെയായി. മാർക്ക് അമ്പരപ്പെടെ മാർക്കിന്റെ കയ്യിലേക്ക് നോക്കി. മാർക്കിന്റെ ശക്തി 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ്. സീനിയർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹേയ് മാർക്ക്, നിന്റെ ശക്തി വർദ്ധിച്ചു എന്നുള്ള കാര്യം സത്യമാണ്, പക്ഷെ അതിനൊരു ലിമിറ്റുണ്ട്. സീനിയർ, എന്താ ലിമിറ്റ്? മാർക്ക്, പരമാവധി 5 മിനിറ്റ്, അത്ര നേരമേ അത് നിൽക്കത്തുള്ളൂ. അങ്ങനെ ജിയാങ്ഹി പറഞ്ഞതും മാർക്കിന്റെ ശരീരത്തിലെ ആ ഊർജം പതുക്കെ പതുക്കെ അങ്ങ് മങ്ങുകയും ചെയ്തു. 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്, അത്രയും നേരം ഒരു അമാനുഷിക ശക്തി ലഭിക്കാൻ മാർക്കിന് ആ വേർഡ് ഫോർമുല സഹായകരമാണെന്ന് ഒരു തോന്നലുണ്ടായി. മാർക്ക്, നീ ശ്രദ്ധിക്കണം. ഈ വേർഡ് ഫോർമുല നിന്നെ പല രീതിയിലും സഹായിക്കുമെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. സീനിയർ, എന്താണ് പ്രശ്നം? മാർക്ക്, ഈ മാർഷൽ സെയിന്റുകൾക്ക് നമ്മളെ തളയ്ക്കാൻ പറ്റും. സീനിയർ, എനിക്ക് മനസ്സിലായില്ല. മാർക്ക്, നമ്മുടെ ചുറ്റുമുള്ള സ്പേസിനെ നിയന്ത്രിക്കാൻ മാർഷൽ സെയിന്റുകൾക്ക് പറ്റും. അവര് ചുറ്റുമുള്ള സ്പേസ് നിയന്ത്രിച്ചാൽ നമുക്ക് ചലിക്കാൻ പറ്റാതാകും. അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ ഈ സ്പെല്ലുകളൊന്നും ഉപയോഗിക്കാൻ പറ്റാതാവുകയും ചെയ്യും. ശരിക്കും ഒരു ഫ്രീ സ്പേസിൽ മാത്രമേ അവർ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നടക്കൂ. ഒരു കൺട്രോൾഡ് സ്പേസിനകത്ത് സ്പെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അവര് കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ജിയാങ്ഹി സൂചിപ്പിച്ചത്. സീനിയർ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? മാർക്ക്, ആ സാഹചര്യം മണത്തറിയുന്നതിലാ മിടുക്കിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള സ്പേസ് സീൽ ചെയ്യാൻ പോകുന്നു തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടോളാം. ജിയാങ്ഹിയും മാർക്ക് ഫെല്ലറും തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു. അതിന്റെ കാരണം അവർക്ക് ഒരു ഓറയുടെ സാന്നിധ്യം ഫീൽ ചെയ്തതാണ്. അവര് ആ ഓറയുടെ സാന്നിധ്യം അനുഭവപ്പെട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ശബ്ദം വലിയ മുഴക്കത്തോടുകൂടി അവർ കേട്ടു. ഏയ് സീനിയർ ജിയാങ്ഹി, നിങ്ങളിവിടെ ഒളിച്ചു താമസിക്കുകയാണല്ലേ? ശബ്ദം അവരെ തേടി വരുമ്പോഴും ആള് അവിടെ എത്തിയിട്ടില്ല. ആള് ദൂരന്ന് വരികയാണ്. മാർക്ക് ഫെല്ലർ ഇടിച്ചു തെറിപ്പിച്ച ആ മരങ്ങൾ വീണ് കിടക്കുന്നതിനിടയിലൂടെ ഒരു കറുത്ത രൂപം ഒഴുകി വരുന്നത് മാർക്കും അതുപോലെ ജിയാങ്ഹിയും കണ്ടു. ആ കറുത്ത രൂപം വ്യക്തമായി തുടങ്ങിയതും കറുത്ത രൂപം ഉറക്കെ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇത് ലോട്ടറി അടിച്ചതുപോലെ ആയല്ലോ. ഏയ് മാർക്ക് ഫെല്ലർ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ചോദ്യം കേട്ടതും ജിയാങ്ഹിയും മാർക്ക് ഫെല്ലറും ആ രൂപത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞു. ആ രൂപം ഇപ്പോ അവർക്ക് അടുത്ത് എത്തിയിരിക്കുകയാണ്. സാക്ഷാൽ ഹെക്ടർ ടെങ് അവിടെ എത്തിയിരിക്കുന്നത്. ഹെക്ടർ ടെങ് മാർക്കിനെയും ജിയാങ്ഹിയും നോക്കിയിട്ട് ഒന്നുള്ളത് ചിരിച്ചു. ഇതെന്തായാലും ഒരു വല്ലാത്ത ലോട്ടറി തന്നെയാണ്. മിസ്റ്റർ ജിയാങ്ഹി, നിങ്ങളെ തേടിയാ ഞാൻ വന്നത്. മാർക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. അല്ല, എനിക്ക് മനസ്സിലാക്കാത്തോട്ട് ഞാൻ ചോദിക്കുകയാണ്. ലോർഡ് സീസർ ഇവിടെ വന്നപ്പോ മാർക്ക്, നിന്നെ ലോർഡ് സീസർ കണ്ടില്ലേ? ലോർഡ് സീസർ മാർക്കിനെ കണ്ടത് ആ നിമിഷം മാർക്കിനെ കൊല്ലുമെന്ന് ഹെക്ടർ ടെങ്ങിന് അറിയാം. സീസർ അവിടെ വന്നിട്ടും മാർക്കിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അയാളൊരു മാർഷൽ സെയിന്റ് ആണ്. മാർക്കിന്റെ ഓറ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് അനുഭവപ്പെടും. സ്വാഭാവികമായിട്ടും മാർക്ക് കൊല്ലപ്പെടുകയും ചെയ്യും. അത് ഹെക്ടർ ടെങ്ങിന് അറിയാം. ഹെക്ടർ ടെങ് അങ്ങനെ പറഞ്ഞതും ജിയാങ്ഹി ഹെക്ടർ ടെങ്ങിനോട് പറഞ്ഞു, ഏയ് അതൊക്കെ നീ എന്തിനാ അറിയുന്നത്? അല്ല, അതറിഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം? ജിയാങ്ഹി ഹെക്ടർ ടെങ്ങിനോട് അങ്ങനെ ചോദിച്ചതും മാർക്ക് ഫെല്ലർ ഹെക്ടർ ടെങ്ങിനോട് പറഞ്ഞു, എന്തായാലും ഞാനും ലോർഡ് സീസറും പരസ്പരം കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അതെന്തോ ആവട്ടെ. ജിയാങ്ഹി, നിങ്ങളെക്കുറിച്ച് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ശരിക്കും വലിയ കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കൊല്ലാനായി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് ജിയാങ്ഹിയെ വലിയ വിലയായതുകൊണ്ടാണ് ഹെക്ടറെ പറഞ്ഞു വിട്ടെന്ന് കേട്ടപ്പോൾ ജിയാങ്ഹി ഹെക്ടറോട് പറഞ്ഞു, ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എന്നെ ഇത്ര വില കുറച്ചാണ് കാണുന്നത്. നിന്നെപ്പോലൊരു കക്ഷിയാണോ എന്നെ ഇതിനാണ് പറഞ്ഞു വിടുന്നത്? വളരെ ചെറിയ ഒരു കക്ഷിയെ ജിയാങ്ഹിയെ കൊല്ലാനായി പറഞ്ഞു വിട്ടതിൻ്റെ ഒരു വിഷമം ജിയാങ്ഹിക്കുണ്ട്. ലോർഡ് സീസറൊക്കെ ജിയാങ്ഹിയെ നേരിടാൻ വരുന്നു എന്ന് കേട്ടാൽ ജിയാങ്ഹിക്ക് അതൊരു വെയിറ്റ് ആണ്. ഇതിപ്പോ ഒരു ഹെക്ടർ ടെങ്. അത് കേട്ടപ്പോൾ ഹെക്ടർ ഒന്ന് ചിരിച്ചു. ഹേയ് ജിയാങ്ഹി, നിങ്ങളുടെ ഈ പുച്ഛം കലർന്ന ആ ഡയലോഗ് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊണ്ടൊന്നും കാര്യമില്ല. ജിയാങ്ഹി, നിന്നെയും മാർക്കിനെയും
ഞാനിന്ന് കൊല്ലും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഹെക്ടർ നല്ല കോൺഫിഡൻസിൽ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ജിയാങ് ഹീയോട് പറഞ്ഞു, സീനിയർ, ഇവനെ ഞാൻ നേരിടാം, ഇവന് ഞാനും തമ്മിൽ ഒരു കണക്കുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് മുന്നോട്ട് കയറിയതും ഹെക്ടർ പറഞ്ഞു, മാർക്ക് സ്വാഗതം, നീ എനിക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരാൾ തന്നെയാണ്. നീയുമായി ഒന്ന് ഏറ്റുമുട്ടുമ്പോൾ എനിക്കൊരു ഊർജ്ജമൊക്കെ വരും. അങ്ങനെ പറഞ്ഞിട്ട് ഹെക്ടർ ചെങ് അവൻ്റെ ബോഡിയൊക്കെ ഒന്ന് കുടഞ്ഞ് റെഡിയായി. ആ സമയത്ത് അവൻ ഒരു ഹാഫ് മാർഷൽ സെയിന്റ് ആണെന്ന് വ്യക്തമാക്കുന്ന ഓറ അവന് ചുറ്റും പതുക്കെ ഡെവലപ്പ് ആവുകയാണ്. മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റും ആ ഓറ റിലീസ് ചെയ്തു. രണ്ട് ഹാഫ് മാർഷൽ സെയിന്റുകൾ ഇതാ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കിയിട്ട് ഹെക്ടർ ചെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് ഹെക്ടർ ചെങ് ശരിക്കും വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. അവൻ്റെ ആ മുന്നോട്ടുള്ള കുതിപ്പ് ഒരു കാഴ്ച തന്നെയാണ്. അവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ അവൻ്റെ വലത് കൈക്ക് ചുറ്റും ശരിക്കും കറുപ്പ് ഫീൽ ചെയ്യുകയാണ്. ഒരു കറുത്ത പുകയ്ക്കുള്ളിൽ അവൻ്റെ വലത് കൈ ഇരിക്കുന്നത് വ്യക്തമായും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേസമയത്ത് അവൻ്റെ ബോഡിക്ക് ചുറ്റും അതുപോലെ നേർത്ത പുകയുണ്ട്. ഒരു കറുപ്പ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ആ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ആ പുകയ്ക്കുള്ളിലൂടെ മുന്നോട്ട് കുതിച്ചു വന്ന ഹെക്ടർ ചെങ് മാർക്കിനെ നോക്കി അതിശക്തമായി പഞ്ച് ചെയ്തു. ആ സമയത്ത് തന്നെ മാർക്ക് ഫെല്ലറും തിരിച്ച് പഞ്ച് ചെയ്തു. രണ്ടുപേരുടെയും മുഷ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടിയതും ഹെക്ടർ ചെങ് ഏതാനും സ്റ്റെപ്പ് പുറകിലോട്ട് തെറിച്ചു. അവൻ തെറിച്ച് വീടില്ലെന്നേ ഉള്ളൂ, പുറകോട്ട് അങ്ങനെ നീങ്ങി പോവുകയാണ്. 7-8 സ്റ്റെപ്പ് പുറകോട്ട് മാറിയ ഹെക്ടർ ചെങ് ഒന്ന് ഉറച്ചു നിന്നിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നിന്റെ ബോഡി ഇപ്പോഴും ശക്തമാണല്ലേ, എനിക്കിഷ്ടമായി. മാർക്ക്, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അത് കേട്ടതും മാർക്ക് ഹെക്ടർ ചെങ്ങിനോട് പറഞ്ഞു, ഹെക്ടർ, ഞാൻ കരുതി നീ കുറെ കൂടി ശക്തനായി കാണുമെന്ന്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ഹെക്ടർ ചെങ്ങിന്റെ ബോഡിക്ക് ചുറ്റുമായി നേരത്തെ ഉണ്ടായിരുന്ന ഓറ കുറെ കൂടി ശക്തമാകുന്നത് മാർക്കും ജിയാങ് ഹിയും കണ്ടു. ശരിക്കും അവന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ഓറയുടെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. അവന്റെ ബോഡിക്ക് ചുറ്റും ഒരു കറുത്ത പുക നേർത്ത അളവിലാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പുകയുടെ അളവങ്ങ് കൂടി. അവന് ചുറ്റും ഏകദേശം 1 മീറ്റർ വൃത്തത്തിൽ ആ കറുത്ത പുക ഇപ്പോൾ രൂപം കൊണ്ട് കഴിഞ്ഞു. ആ കറുത്ത പുക ശരിക്കും വിറയ്ക്കുന്നുണ്ട്. വല്ലാത്തൊരു പവർ ആ കറുത്ത പുകയ്ക്കുണ്ടെന്ന് ആ പുകയും അവനെ ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവും. ആ കറുത്ത പുകയ്ക്കുള്ളിൽ നന്നേ വെളുത്ത ഹെക്ടർ ചെങ് ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഹെക്ടർ ചെങ്ങിന്റെ ഓറ ശ്രദ്ധിച്ച ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവൻ മാർഷൽ സെയിന്റ് പവറിലേക്ക് കടന്നിരിക്കുകയാണ്. മാർഷൽ സെയിന്റ് ആണോ ഹെക്ടർ ചെങ് ചോദിച്ച അല്ല, എന്നാൽ മാർഷൽ സെയിന്റിന്റെ പവറിന് തൊട്ടടുത്ത് ഹെക്ടർ ചെങ് ഇതാ എത്തിയിരിക്കുകയാണ്. മാർക്കിനും അത് ഫീൽ ചെയ്തു. മാർക്ക് ജിയാങ് ഹിയോട് എന്തെങ്കിലും മറുപടി പറയും മുമ്പ് ഹെക്ടർ ചെങ് മുന്നോട്ട് കുതിച്ചു. അവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ ശരിക്കും അവൻ്റെ ആ ചുറ്റുമുള്ള കറുത്ത ആ പുകയും അവനൊപ്പം മുന്നോട്ട് ചലിക്കുകയാണ്. വളരെ നേർത്ത അളവിലുള്ള ആ പുക അവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ വിറയ്ക്കുന്നത് സകലർക്കും വിസിബിളാണ്. ശരിക്കും നന്നായി വിറയ്ക്കുന്ന കറുത്ത പുകയ്ക്കുള്ളിലൂടെ അതിവേഗമാണ് ഹെക്ടർ ചെങ് ഓടി വരുന്നത്. അവൻ ഓടി വരുമ്പോൾ അവൻ്റെ ഇരു കൈകളും അവൻ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുമായി മുഖാമുഖം ഏറ്റുമുട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ഹെക്ടർ ചെങ്. ഹെക്ടർ മാർക്കിനടുത്തേക്ക് ഓടി വന്ന് ഇടത് കൈകൊണ്ട് മാർക്കിനെ ആഞ്ഞൊന്ന് പഞ്ച് ചെയ്തു. മാർക്കും തിരിച്ചു പഞ്ച് ചെയ്തു. ശരിക്കും അവിടെ മുതൽ ഒരു അടിപൊളി സംഘടന ആരംഭിക്കുകയാണ്. രണ്ടുപേരും അതിശക്തരായ ഫൈറ്റേഴ്സ് ആണെന്ന് ജിയാങ് ഹിയെ ബോധ്യപ്പെടുത്തുന്ന ശൈലിയിലുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടന്നത്. മാർക്ക് ഫെല്ലറും ഹെക്ടർ ചെങ്ങും തമ്മിൽ കൈകൾ കൊണ്ടും കാലുകൊണ്ടുമുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ഇടയ്ക്ക് മാർക്ക് ഫെല്ലർ ചാടി ഉയർന്ന് കാലുകൊണ്ട് ഹെക്ടർ ചെങ്ങിന്റെ തലയ്ക്ക് മുകളിൽ അടിക്കുമ്പോൾ ഹെക്ടർ ചെങ് ഒഴിഞ്ഞു മാറി അതേ ശൈലിയിൽ ചാടി ഉയർന്ന് ഇടത് കാലുകൊണ്ട് മാർക്ക് ഫെല്ലറുടെ മുതുകിലേക്ക് അടിക്കും. ശരിക്കും രണ്ടുപേരും ചാടി വയറിൽ ചവിട്ടുന്നുമുണ്ട്. ശരിക്കും രണ്ടുപേരും അടിപൊളി അഭ്യാസികളാണെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിൽ ഏകദേശം ഒരു 10-30 മിനിറ്റ് അവർ രണ്ടുപേരും കൂടി ആ മുറ്റത്ത് ഫൈറ്റ് ചെയ്ത് കാണും. കൈകളും കാലുകളും പരസ്പരം ദേഹത്ത് പതിയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. മാർക്ക് ഫെല്ലർക്ക് ഏകദേശം 30 മിനിറ്റ് ആയപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചു എന്നൊരു തോന്നൽ ജിയാങ് ഹിക്കുണ്ടായി. അതിന്റെ കാരണം തുടർച്ചയായുള്ള മാർക്കിന്റെ 5-6 പഞ്ചുകൾ ഹെക്ടറിന്റെ ബോഡിയിൽ വീണതാണ്. 5-6 പഞ്ചുകൾ തുടർച്ചയായി ഹെക്ടറിന്റെ നെഞ്ചിൽ വീണതും മാർക്ക് ഫെല്ലർ ചാടി ഒരു ഒറ്റ ചവിട്ട് ഹെക്ടറിന്റെ അബ്ഡോമൻ ലക്ഷ്യമാക്കി മാർക്ക് ചവിട്ടിയതും ഹെക്ടർ കുറച്ച് ദൂരേക്ക് തെറിച്ചു.
തെറിച്ച് ദൂരേക്ക് വീണ ഹെക്ടറിന് ചുറ്റുമായി ആ കറുത്ത പുക പിന്നെയും ഉണ്ടായി. ആ കറുത്ത പുകയ്ക്കുള്ളിലാണ് ഇപ്പോൾ ഹെക്ടറെ ജിയാങ് ഹേയ്ക്കോ മാർക്കിനോ കാണാൻ പറ്റുന്നില്ല. അവൻ അടുത്ത തന്ത്രം ഒരുക്കുകയാണെന്ന് അത് കണ്ടപ്പോൾ മാർക്കിനും ജിയാങ് ഹേയ്ക്ക് തോന്നുകയും ചെയ്തു. ജിയാങ് ഹേയ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ശ്രദ്ധിക്കണേ. കറുത്ത പുകയ്ക്കുള്ളിലുള്ള ഹെക്ടർ ചെങ്ങനോടായി അവൻ്റെ ബോഡിക്കുള്ളിലെ ആള് അവനോട് പറഞ്ഞു, ഹെക്ടർ, നീ അവനെ കൊല്ലുമ്പോൾ ആ ബോഡി വിട്ടുകളയരുത്, എനിക്ക് വേണോ അത് കേട്ടപ്പോൾ ഹെക്ടർക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. ഹെക്ടറുടെ ബോഡിക്കുള്ളിലാണ് അയാൾ ഇത്രയും നാൾ വസിച്ചത്. ഹെക്ടറുടെ ബോഡി കളഞ്ഞിട്ട് മാർക്കിന്റെ ബോഡിയെ സ്വന്തമാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ആ നിമിഷം ഹെക്ടർ വിചാരിക്കുകയും ചെയ്തു. പക്ഷെ അടുത്ത നിമിഷത്തിൽ ഹെക്ടറുടെ ബോഡിക്ക് ചുറ്റുമായി ആ കറുത്ത പുക കൂടിക്കൂടി വന്നു. ശരിക്കും ആ പുക ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ മാർക്കും ജിയാങ്ങും നോക്കി നിൽക്കുമ്പോൾ ആ കറുത്ത പുക ആ എൻറ്റയർ ഏരിയ മുഴുവൻ വ്യാപിച്ചു തുടങ്ങി. ജിയാങ് ഹി താമസിക്കുന്ന ആ കുന്ന് ഏതാണ്ട് പൂർണ്ണമായും ആ പുക കൊണ്ട് അങ്ങ് മറഞ്ഞു. ഒരു വലിയ കറുത്ത ഗ്ലോബിനുള്ളിൽ ആ മൂവർ സംഘം പെട്ടതുപോലെയായി. പക്ഷെ അതിനുള്ളിൽ തന്നെ തികച്ചും കറുത്ത ഒരു ഗ്ലോബിനുള്ളിലാണ് സാക്ഷാൽ ഹെക്ടർ ടെങ്. ആ എൻറ്റയർ ഏരിയയും ഒരു കറുത്ത പടലം കൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹെക്ടർ ടെങ് നിൽക്കുന്ന ഭാഗം ശക്തമായ കട്ടിയുള്ള പുകയാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ പുക ആദ്യം ഒരു കൗതുകമാണ് മാർക്കിന് ഉണ്ടാക്കിയത്. പക്ഷെ പെട്ടെന്ന് ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് പോയിസണസ് ഗ്യാസ് ആണ്, ഒരു വിഷമാണ് തങ്ങൾക്ക് ചുറ്റും വ്യാപിക്കുന്നതെന്ന് മനസ്സിലായതും ജിയാങ് ഹി അയാളുടെ ബോഡി ഒന്ന് കൺട്രോൾ ചെയ്തു. ശ്വാസം പിടിച്ചു നിർത്താനുള്ള ജിയാങ് ഹിയുടെ കഴിവിനെ ജിയാങ് ഹി ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മാർക്കും ശ്വാസം നിയന്ത്രിച്ചു തുടങ്ങി. ആ വിഷം വലിച്ചു കയറ്റിയാൽ അത് കുഴപ്പമാകുമെന്ന് മാർക്കിനും അറിയാം. മാർക്ക് ആ വിഷത്തെ ഇടിച്ചു തെറിപ്പിക്കാനായി മുന്നോട്ട് കുതിക്കാൻ പോയപ്പോൾ മാർക്കിന് തൻ്റെ കാലുകൾ അനക്കാൻ പറ്റുന്നില്ല. കാൽ അനങ്ങുന്നില്ല. അമ്പരപ്പോടെ കുനിഞ്ഞ് താഴേക്ക് നോക്കിയ മാർക്ക് കാണുന്നത് തറയിലൂടെ പടർന്ന ആ കറുത്ത പുക മാർക്കിൻ്റെ കാലിൽ പറ്റി നിൽക്കുന്നതാണ്. ആ പുക മാർക്കിനെ ആ ഭൂമിയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മാർക്കിൻ്റെ കാലുകൾ ശരിക്കും ജാമായതുപോലെയായി. മാർക്ക് ശക്തമായിട്ട് കാല് വലിക്കാൻ നോക്കിയിട്ടും അനങ്ങുന്നില്ല. മാർക്ക് കാല് വലിക്കുന്ന കണ്ടതും ഒരു ശബ്ദം മാർക്ക് കേട്ടു. അതൊരു ചിരിയാണ്. മാർക്ക്, ഇനി ഒരു രക്ഷയുമില്ല മാർക്ക്, നീ അവസാനിച്ചു. അങ്ങനെ പറഞ്ഞത് ഹെക്ടറാണ്. ഹെക്ടറുടെ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ എല്ലാ ഭാഗത്തു നിന്നും ഒരേ സമയത്ത് വരികയാണ്. ഹെക്ടർ ഒരു മാജിക് സ്പെൽ അവിടെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വ്യക്തമാണ്. ഹെക്ടറുടെ ബോഡിക്കുള്ളിലെ ആ സഹായിയാണ് ഹെക്ടറെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ അയാളുടെ കപ്പാസിറ്റി ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. ആര് ഏത് സ്പെല്ലെന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ മാർക്കിന് അനങ്ങാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും ആ കറുത്ത ഗ്ലോബിന് ഉള്ളിലാണ്. ജിയാങ് ഹി ഗ്ലോബിന് പുറത്തുമാണ്. ഒരു കറുത്ത ഗ്ലോബിന് ഉള്ളിൽ മാർക്ക് ഫെല്ലർ നിൽക്കുന്നത് ജിയാങ് ഹിക്ക് കാണാം. എന്താണ് സംഭവിക്കുന്നതെന്ന് ജിയാങ് ഹിക്ക് ഒരു പിടിയുമില്ല. മാർക്ക് ഫെല്ലർ കൈയൊക്കെ അനക്കുന്നത് ഒരു ഫിലിമിൽ എന്ന പോലെ ജിയാങ് ഹി കാണുന്നുണ്ട്. മാർക്ക് അതിശക്തമായി ചുറ്റുമൊക്കെ ഇടിക്കുകയാണ്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് ജിയാങ് ഹി ഒരു കാഴ്ച കണ്ടത്. മാർക്കിന്റെ ബോഡിയിൽ ആ കറുത്ത പുക സ്പർശിക്കുന്നതാണ് ജിയാങ് ഹി കണ്ടത്. ആ കറുത്ത പുക സ്പർശിച്ചതല്ല ജിയാങ് ഹിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. മാർക്കിന്റെ ബോഡിയുടെ പുറകുവശത്തായി പറ്റിയ ആ കറുത്ത പുക അവിടെ തങ്ങി നിൽക്കുമ്പോൾ ജിയാങ് ഹിക്ക് ആ ഫിലിമിന് അകത്തൂടി ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ആ കറുത്ത പുക പറ്റുന്ന സ്ഥലമൊക്കെ പതുക്കെ ദ്രവിച്ചു തുടങ്ങിയാണ്. മാർക്കിന്റെ ബോഡിയിൽ എവിടെയൊക്കെ കറുത്ത പുക തട്ടുന്നോ അവിടെയൊക്കെ പതുക്കെ പതുക്കെ അഴുകി തുടങ്ങിയാണ്. സ്വാഭാവികമായിട്ടും ആ ഗ്ലോബിനകത്തുള്ള മാർക്കും ഇത് അറിയുന്നുണ്ട്. മാർക്കിന് കാല് വലിക്കാനും പറ്റുന്നില്ല. തൻ്റെ ബോഡി ദ്രവിക്കുന്ന പ്രക്രിയ തടയാനും പറ്റുന്നില്ല. കാലിൽ നിന്ന് ഒരു ദ്രവിക്കൽ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ സമയത്താണ് മുതുകിന്റെ ഭാഗത്ത് പുറകിലൊക്കെ ആ കറുത്ത പുക തട്ടി തുടങ്ങിയത്. മുൻവശത്തുള്ള കറുത്ത പുകയൊക്കെ മാർക്ക് ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. പക്ഷെ പുറകിൽ മാർക്കിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ആ അവസ്ഥ കണ്ടതും ജിയാങ് ഹി മുന്നോട്ട് കുതിച്ചു. ജിയാങ് ഹി അതിശക്തമായി ആ കറുത്ത പുകയിൽ പുറത്ത് ആഞ്ഞിടിക്കുകയാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജിയാങ് ഹി ആഞ്ഞിടിച്ചിട്ടും ആ കറുത്ത ഗ്ലോബ് അനങ്ങുന്ന പോലുമില്ല. ആ ഗ്ലോബ് ഒരു വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. മാർക്ക് ശരിക്കും പെട്ടതുപോലെയായി. ഈ സമയത്ത് ഹെക്ടർ ടെങ്ങിന്റെ ശബ്ദം കേൾക്കാം. മാർക്ക്, നീ അവസാനിക്കുകയാണ്. ഞാൻ നിന്നെ ഡീവർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പൂർണ്ണമായും ഡീവർ ചെയ്ത ഒരു ഹാഫ് മാർഷൽ സൈറ്റ്
നീയാണെന്ന് നിനക്ക് അഭിമാനിക്കാം. മാർക്കല്ല, ഞാൻ ഈ കാര്യം എമിലി ബ്ലാക്കിനെ കാണുമ്പോൾ പറയുകയും ചെയ്യാം. എമിലി ബ്ലാക്ക് എവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവൻ അറിയത്തില്ല. പക്ഷെ അവൻ എമിലിയെ കാണുകയാണെങ്കിൽ മാർക്കിനെ വിഴുങ്ങിയ കാര്യം എമിലിയോട് പറയാമെന്നാണ് പറയുന്നത്. അതൊക്കെ കേട്ട മാർക്കിന്റെ സർവ്വശക്തി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റും എന്ന് വേണ്ട സകലത് ഉപയോഗിക്കണം. പക്ഷെ പലതും ആക്ടിവേറ്റ് ആവുന്നില്ല. മാർക്ക് ആകെ പെട്ടുപോലെയായി. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഗ്ലോബ് പതുക്കെ അടുത്ത് വരികയാണ്. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ആ കറുത്ത പുക പടരത്തിനുള്ളിലേക്ക് മുങ്ങിയതും ഹെക്ടർ ടെങ്ങിന്റെ ശബ്ദം അടുത്തുനിന്ന് കേൾക്കാം. ഹെക്ടറും മാർക്കും തമ്മിൽ ഇപ്പോൾ 1 മീറ്റർ അകലമേ ഉള്ളെന്ന് ആ ശബ്ദം വിളിച്ചു പറഞ്ഞു. മാർക്ക്, നീ വെറുതെ ബലം പിടിക്കണ്ട, നിന്നെ ഞാൻ ഇപ്പോൾ വിഴുങ്ങും. മാർക്കിന്റെ ബോഡി ദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മാർക്കിനെ അയാൾ വിഴുങ്ങി തുടങ്ങിയെന്നാണ്. മാർക്ക്, നിന്നെ ഞാൻ പൂർണ്ണമായും വിഴുങ്ങുമ്പോൾ ഉറപ്പായും അതൊരു സംഭവമാണ്. ജിങ്ദു മാർഷൽസ് അസോസിയേഷനെ വെല്ലുവിളിച്ച മാർക്ക് ഫെല്ലറെ പൂർണ്ണമായി വിഴുങ്ങിയത് ആരെന്ന് നാളെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമല്ലേ ഉള്ളൂ, ഹെക്ടർ ടെങ്. ഹെക്ടർ അങ്ങനെ നിന്ന് ജയിച്ചത് ലോകം മുഴുവൻ അറിയും. ഹെക്ടർക്ക് വല്ലാത്ത സന്തോഷം. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ ഡിവൈൻ പവറുകളും ഡ്രാഗൺ പവറും എന്ന് വേണ്ട എടുക്കാൻ പറ്റുന്ന എല്ലാം എടുത്ത് ശ്രമിക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയുമില്ല. മാർക്കിന്റെ ബോഡി ദ്രവിക്കുന്ന പ്രക്രിയ കൂടിക്കൂടി വരുന്നതല്ലാതെ മാർക്കിനെ ആ ഗ്ലോബ് ഇട്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല. കാലാണെങ്കിൽ അനക്കാനും പറ്റുന്നില്ല. മാർക്ക് പെട്ടെന്ന് കണ്ണടച്ചിട്ട് ജിയാങ് ഹി മാർക്കിനെ പഠിപ്പിച്ച ആ 9 സീക്രട്സിലെ വേർഡ് ഫോർമുലയിൽ നമ്പർ 1 ആക്ടിവേഷൻ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. മാർക്ക് ആ സ്പെല്ല് പഠിച്ചിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം പോലും മാർക്കിന് കിട്ടിയിട്ടില്ല. പഠിച്ച ഓർമ്മയിൽ നിന്ന് മാർക്ക് അതൊന്ന് ആക്ടിവേറ്റ് ചെയ്തു തുടങ്ങി. മാർക്ക് കണ്ണടച്ച് ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ച് നിൽക്കുന്ന മാർക്കിനോടായി ഹെക്ടർ ടെങ്ങിന്റെ ശബ്ദം പറയുകയാണ്. മാർക്ക്, നീ മരണത്തെ കണ്ണടച്ച് സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും നല്ല കാര്യമാണ്. പക്ഷെ മാർക്ക്, ഞാൻ പറയുന്നത് നീ കണ്ണു തുറന്ന് മരണത്തെ കാണണമെന്നാണ്. പിന്നീട് ഒരിക്കൽ കൂടി നിനക്ക് നിന്റെ മരണം കാണാൻ പറ്റില്ലല്ലോ. മരിക്കുന്ന സമയത്ത് മരണം അടുത്തേക്ക് വരുന്നത് കണ്ണു തുറന്ന് കാണണമെന്നുള്ള അഭിപ്രായമാണ് ഹെക്ടർ ടെങ്ങിന്. ഹെക്ടർ ടെങ് ആ അഭിപ്രായം പറഞ്ഞ ആ നിമിഷത്തിൽ പെട്ടെന്നാണ് മാർക്കിന്റെ ബോഡിയിൽ ആ സുവർണ പ്രകാശം ഒരിക്കൽ കൂടി ഉണ്ടായത്. മാർക്ക് കഴിഞ്ഞ കുറെ നേരമായി പലതവണ ആ ഗോൾഡൻ പ്രകാശം മാർക്കിന്റെ ബോഡി കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതൊന്നും തന്നെ കൂടുതൽ നേരം നിൽക്കാതെ അങ്ങ് ആ കറുത്ത പുകയിൽ ലയിച്ചു പോവുകയായിരുന്നു. പക്ഷെ ഇപ്പോ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുണ്ടായ ആ സുവർണ പ്രകാശം ശരിക്കും ഒരു റോക്കറ്റ് പോലെ മുകളിലേക്കും അതുപോലെ സൈഡിലേക്കും വ്യാപിച്ചു. അതിശക്തമായി മുകളിലേക്കും താഴേക്കും ആ പ്രകാശം വ്യാപിച്ചതും മാർക്കിന് ചുറ്റുമുണ്ടായിരുന്ന ആ കറുത്ത പുക കഷ്ണമായി ചിതറി ദൂരേക്ക് തെറിച്ചു. സ്വാഭാവികമായിട്ടും മാർക്കിന്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഹെക്ടർ ടെങ്ങിന് തെറിച്ചു. ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണ ഹെക്ടർ ടെങ്ങിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ ഏറ്റവും വലിയ ടെക്നിക്കുകളിൽ ഒന്നാണ് അവൻ ഇപ്പോൾ ഉപയോഗിച്ചത്. ആ ടെക്നിക്കിനെയാണ് മാർക്ക് ഫെല്ലർ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെതായ ഒരു അമ്പരപ്പ് ഹെക്ടർ ടെങ്ങിനുണ്ട്. ഹെക്ടർ ടെങ്ങിന്റെ ആ അമ്പരപ്പ് സ്വാഭാവികമായി ഹെക്ടർ ടെങ്ങിലുള്ള ആ വോയിസിനുമുണ്ട്. ആ വോയിസ് ഹെക്ടറോട് പറഞ്ഞു അവൻ എന്തോ പുതിയ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തതാണ്. അത് കേട്ടതും ഹെക്ടർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഏത് സ്പെല്ലാണ് ഇപ്പോൾ ഉപയോഗിച്ചത്? അത് 9 സീക്രട്സ് ഓഫ് ടാവോയിസമാണ്. 9 സീക്രട്സ് ഓഫ് ടാവോയിസം അറിയാവുന്ന ഭൂമിയിലെ ഏക മനുഷ്യൻ ജിയാങ് ഹിയാണ്. ആ ജിയാങ് ഹിയുടെ കയ്യിൽ നിന്ന് മാർക്ക് ഫെല്ലർ ആ സീക്രട്സ് പഠിച്ചുവെന്ന യാഥാർത്ഥ്യമാണ് അത് കേട്ടപ്പോൾ ഹെക്ടർക്ക് മനസ്സിലായത്. ഹെക്ടർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ജിയാങ് ഹി എന്നത് പഠിച്ചല്ലേ? ഹെക്ടർ, ഞാനും നീയും തമ്മിൽ ഒരു കടം ബാക്കിയുണ്ട്. നിന്നെ തീർത്താലേ ആ കടം തീരത്തുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കാൻ പോയതും ഹെക്ടർ ടെങ്ങിന്റെ ശബ്ദത്തിന്റെ ഉടമ ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ പിന്മാറിക്കോ. എനിക്ക് മാർക്കിനെ ഹെക്ടർ പറയുന്നേക്ക് പിന്മാറ്. 9 സീക്രട്സ് മുന്നിൽ നീ ഒന്നുമല്ല. കേൾക്കേണ്ട താമസം ഹെക്ടർ ടെങ് പെട്ടെന്നാണ് അവന്റെ ബോഡി ഡിസ്പേഴ്സ് ചെയ്തത്. ശരിക്കും അവനൊരു മാന്ത്രിക കപ്പാസിറ്റി ഉണ്ട്. അവന്റെ സ്പേഷ്യൽ ആർട്ടിഫാക്റ്റുകളും ആ മാന്ത്രിക കപ്പാസിറ്റി തമ്മിൽ കണക്റ്റഡ് ആണ്. അതിവേഗം അവൻ കറുത്ത പുകയായി ചുറ്റും വ്യാപിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. മാർക്ക് ഫെല്ലർ ചുറ്റും നോക്കുമ്പോൾ ഹെക്ടർ ടെങ്ങിന്റെ പൊടി പോലുമില്ല. ഈ സമയത്ത് ജിയാങ് ഹി ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, നീ അത് ഉപയോഗിച്ചല്ലേ? സീനിയർ, ഞാനത് ഉപയോഗിച്ചു. 9 സീക്രട്സിൽ 8 സീക്രട്സും ജിയാങ് ഹി മാർക്കിനെ ഇപ്പൊ പഠിപ്പിച്ചതേ ഉള്ളൂ. പഠിപ്പിച്ച കാര്യത്തിൽ ഒരെണ്ണെങ്കിലും ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത് മിനിമം 1 കൊല്ലമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം.
ആദ്യത്തേക്ക് 1 കൊല്ലം പ്രാക്ടീസ് ചെയ്താൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള രഹസ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ചിലപ്പോൾ 10-15 കൊല്ലം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പിന്നീടുള്ള ഓരോ ലെവലുകളും ഉപയോഗിക്കാൻ കപ്പാസിറ്റി നേടണമെങ്കിൽ പതിറ്റാണ്ടുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ജിയാങ് ഹി അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജിയാങ് ഹി വല്ലാത്തൊരു അമ്പരപ്പിലാണ് മാർക്കിനെ നോക്കുന്നത്. മാർക്കിനോട് ആ സീക്രട്ട് പറഞ്ഞു കൊടുത്തിട്ട് അധികം സമയമായിട്ടില്ല. ജിയാങ് ഹിയുടെ അമ്പരപ്പ് കണ്ടതും മാർക്ക് ജിയാങ് ഹിയോട് പറഞ്ഞു, സീനിയർ, ഞാനൊരു ശ്രമം നടത്തി നോക്കിയതാണ്. മാർക്ക്, എനിക്ക് എന്തായാലും സന്തോഷമായി. നീ ശരിക്കും ആ 9 സീക്രട്സ് പഠിക്കണം. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്ക് ജിയാങ് ഹിയോട് പറഞ്ഞു, സീനിയർ, നമ്മൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. ഈ ഹെക്ടർ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഉള്ള കാര്യം ജിങ്ദുവിൽ അറിയിക്കും. മാർക്ക് ഫെല്ലർ പറയുന്ന കാര്യത്തിന്റെ അർത്ഥം ജിയാങ് ഹിക്കും അറിയാം. മാർക്ക്, പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? സീനിയർ, എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും മാർക്കും ജിയാങ് ഹിയും കൂടി അവിടെ തിരിച്ചു. മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്നുള്ള കാര്യം ജിയാങ് ഹിയോട് പറഞ്ഞിട്ട് മാർക്ക് ജിയാങ് ഹിയോട് മറ്റൊരു വഴി കൂടി അവിടെ വരാൻ പറഞ്ഞു. മാർക്ക് വേറൊരു വഴി കൂടി അവിടെ പോവാം. രണ്ടുപേരും നടന്നാ പോകുന്നത്. ആരുടെയും ശ്രദ്ധയപ്പെടാതെ മിസ്റ്റിക് വേൾഡിൽ എത്തുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ടാർഗറ്റ്. അവിടെ നിന്ന് ആ ടീം യാത്ര തിരിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹെക്ടർ ടെങ് ഗൂഷിങ്ങിനെ വിളിച്ചു. ഗൂഷിങ് ഹെക്ടർ ടെങ്ങിന്റെ ഫോൺ കണ്ടതും ചാടി വീണ് ഫോൺ എടുക്കുകയാണ്. ഏയ് ഹെക്ടർ, നീ തീർത്തോ? യങ് മാസ്റ്റർ, ഇല്ല, തീർത്തില്ല. ജിയാങ് ഹിയെ കൊല്ലാതെ നീ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? യങ് മാസ്റ്റർ, അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യം എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്, അതിനെ ഞാൻ വിളിച്ചത്. ഹെക്ടർക്ക് തന്നോട് മറ്റൊരു രഹസ്യം പറയാനുള്ളത് കേട്ടതും ഗൂഷിങ് ഹെക്ടറോട് ചോദിച്ചു, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? യങ് മാസ്റ്റർ ഗൂഷിങ്, ഞാൻ മാർക്ക് ഫെല്ലറെ കണ്ടു. മാർക്ക് ഫെല്ലറെ കണ്ടെന്നോ? എവിടെ? യങ് മാസ്റ്റർ, ഞാൻ മാർക്ക് ഫെല്ലറെ കണ്ടത് ജിയാങ് ഹിക്കൊപ്പമാണ്. ജിയാങ് ഹിക്കൊപ്പം? അതെ, ജിയാങ് ഹി മാർക്ക് ഒന്നിച്ച താമസിക്കുന്നത്. നീ പറഞ്ഞ സത്യമാണോ? യങ് മാസ്റ്റർ, ഈ കാര്യത്തിൽ ഞാനിതിന് കളവ് പറയണം? അങ്ങനെ ഹെക്ടർ ടെങ് പറഞ്ഞതും ഗൂഷിങ് ഹെക്ടറോട് പറഞ്ഞു, ഓക്കെ, നിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് ഗൂഷിങ് ലോർഡ് സീസറെ അവിടേക്ക് വിളിപ്പിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ലോർഡ് സീസറും 2 മാർഷൽ സെയിന്റുകളും ഗൂഷിങ്ങിന്റെ മുറിയിലെത്തി. ഗൂഷിങ് ലോർഡ് സീസറെ കണ്ടതും അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ എന്തിനാ എന്നോട് കളവ് പറഞ്ഞത്? യങ് മാസ്റ്റർ, ഞാൻ എന്ത് കളവാ അങ്ങോട്ട് പറഞ്ഞത്? അങ്കിള് മാർക്ക് ഫെല്ലറെ കണ്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ല. അങ്കിൾ, ഹെക്ടർ ടെങ് പറഞ്ഞല്ലോ ജിയാങ് ഹിക്കൊപ്പം മാർക്ക് ഫെല്ലർ അവിടെ ഉണ്ടെന്ന്. ഞാൻ കണ്ടില്ല. വീണ്ടും സീസർ അങ്ങനെ തീർത്തു പറഞ്ഞതും സീസർക്കൊപ്പമുള്ള ഒരു മാർഷൽ സെയിന്റ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, നമ്മൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുന്നത്? നമുക്ക് ഇപ്പൊ തന്നെ ആ ജിയാങ് ഹി താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാം. അങ്ങനെ ആ മാർഷൽ സെയിന്റ് പറഞ്ഞതും ഗൂഷിങ്ങും സീസർക്കൊപ്പമുള്ള ആ 2 മാർഷൽ സെയിന്റുകളുമായി അതിവേഗം ജിയാങ് ഹി താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ന്യൂ സെലസിലെ ആ എയർപോർട്ടിൽ നിന്ന് ആ ടീം അതിവേഗം സൗത്ത് ഈസ്റ്റിലെ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് വാഹനത്തിൽ ആ നദിക്കരയിലെത്തി. അവിടെ നിന്ന് ബോട്ടിൽ ആ ദ്വീപിലേക്ക് വരികയാണ്. ഈ പ്രക്രിയ നടക്കുന്നതിനിടയിൽ അവിടെ നിന്ന് മാർക്ക് ഫെല്ലറും ജിയാങ് ഹിയും ബോട്ടിൽ കരയിലെത്തുകയും 2 വഴിയിലൂടെ ഗ്രീൻ മൂൺ വില്ലിലേക്ക് നീങ്ങുകയും ചെയ്തു. അവര് ഊടുവഴികളിലൂടെയും കാട്ടിലൂടെയും ആളുകൾ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ അതിവേഗം നടക്കുകയാണ്. അവര് കുറെ ദൂരം കവർ ചെയ്തപ്പോഴേക്കും ഗൂഷിങ്ങും ടീമും ജിയാങ് ഹിയുടെ വസതിയിലെത്തി. ആ വസതിയിലെത്തിയപ്പോൾ തന്നെ ആ ഭാഗം സ്കാൻ ചെയ്ത ലോർഡ് സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഇല്ല, അവര് ഇവിടെ ഇല്ല. പക്ഷെ അവരിവിടെ ഉണ്ടായിരുന്നു. മാർക്ക് ഫെല്ലറുടെയും അതുപോലെ ജിയാങ് ഹിയുടെയും ഓറയുടെ സാന്നിധ്യം സീസർക്കൊപ്പമുള്ള ആ 2 മാർഷൽ സെയിന്റുകൾക്കും അതുപോലെ ഗൂഷിങ്ങിനും അനുഭവപ്പെടുന്നുണ്ട്. സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, അവര് അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. അങ്ങനെ സീസർ പറഞ്ഞതും ആ ഓറെ ഫോളോ ചെയ്ത് ആ 4 സംഘം യാത്ര തുടങ്ങി. അവരതിവേഗം ബോട്ടിൽ കരയിലെത്തുമ്പോൾ അവിടെയും അവർക്ക് ഓറ അനുഭവപ്പെടുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ പക്ഷെ ഓറ 2 ദിക്കിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. അത് മനസ്സിലാക്കിയതും ആ 4 സംഘം 2ആയി പിരിഞ്ഞു. 2 പേർ ഒരു ഓറയ്ക്ക് ഒപ്പവും മറ്റു 2 പേർ മറ്റു ഓറയ്ക്കൊപ്പവും യാത്ര തുടങ്ങി. പ്ലെയിനിലും കാറിലും ഒക്കെ ആയിട്ട് ആ സ്ഥലം വരെ എത്തിയ ആളുകൾക്ക് തിരിച്ചുള്ള യാത്ര അങ്ങനെ കാൽവഴിയായി. ശരിക്കും അതിവേഗത്തിലാണ് ആ മാർഷൽ സെയിന്റുകൾ മൂവ് ചെയ്യുന്നത്. മാർഷൽ സെയിന്റിനൊപ്പം ഓടിയെത്താൻ ഹാഫ് മാർഷൽ സെയിന്റായ ഗൂഷിങ് ശരിക്കും പാടുപെടുന്നുണ്ട്. പക്ഷെ അവനും ഭയങ്കര ഉത്സാഹത്തിലാണ്. ജിയാങ് ഹിയും മാർക്ക് ഫെല്ലറും അടുത്തെവിടെയും ഉണ്ടെന്ന് ആ ഓറയുടെ സാന്നിധ്യം അവരോട് വിളിച്ചു പറയുകയാണ്. ആ രാത്രി കംപ്ലീറ്റ് ആയി നേരം വെളുത്തപ്പോൾ അവരെത്തിയിരിക്കുന്നത് കാൻ സിറ്റിയിലാണ് അവരെത്തി. കണ്ടപ്പോൾ 4 പേർക്കും വളരെ അതിശയം. എന്തായാലും ആ ഓറോ ഫോളോ ചെയ്ത് ആ 4 സംഘം എത്തിയത് ഗ്രീൻ മൂൺ വില്ലയിലാണ്. അവരെത്തുന്നതിന് മുന്നേ തന്നെ മാർക്ക് ഫെല്ലറും ജിയാങ് ഹിയും ആ ഗ്രീൻ മൂൺ വില്ലയിലെ
മിസ്റ്റിക് വേൾഡിനകത്തേക്ക് കടന്നു കഴിഞ്ഞു. മിസ്റ്റിക് വേൾഡിനകത്ത് അവരെത്തുമ്പോൾ സാക്ഷാൽ വിവിൻ വിൽസൺ അകത്തുണ്ട്. മാർക്കിനെ കണ്ടതും വിവിൻ ഓടിയെത്തി. മാർക്ക് എന്തായി അങ്ങനെ ചോദിക്കുമ്പോഴാണ് വിവിൻ ജിയാങ്ഹയെ കാണുന്നത്. ജിയാങ്ഹയെ കണ്ടതും വിവിൻ ജിയാങ്ഹയെ തൊഴുതുകൊണ്ട് അദ്ദേഹത്തെ വന്ദിച്ചു. സീർ ജിയാങ്ഹി, എനിക്കറിയാം നീ ആ ജോ വിൽസന്റെ മകനല്ലേ? അല്ല എന്ന് പറയാൻ ആ സമയത്ത് വിവിൻ ശ്രമിച്ചതുമില്ല. അവന്റെ മാസ്റ്റർ എല്ലാവരും അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടിയില്ല. ആ മൂവർ സംഘം പതുക്കെ ഉള്ളിലേക്ക് നടന്നു. ശരിക്കും ജിയാങ്ഹി ആകെ ഞെട്ടി നിൽക്കുകയാണ്. മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് അയാൾക്ക് അറിയാം. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്തേക്ക് അയാൾ ചെറുപ്പകാലത്ത് അയാൾ ഒരാളെ കബളിപ്പിച്ച് കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ജീവനം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതൊക്കെ ഒരു വലിയ ഓർമ്മയാണ്. ഇപ്പോഴാണ് സ്വതന്ത്രമായി ഒരു മിസ്റ്റിക് വേൾഡിനകത്ത് നിൽക്കാനുള്ള ഒരു അവസരം ജിയാങ്ഹിക്ക് ലഭിക്കുന്നത്. ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി, അതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത. ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റായ ജിയാങ്ഹിക്ക് മാർഷൽ സെയിന്റായി ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. മാർക്ക് ഫെല്ലർ ജിയാങ്ഹിക്ക് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ജിയാങ്ഹി ശരിക്കും സന്തോഷത്തിലാണ്. അപ്പോഴാണ് സീസറും ആ രണ്ട് മാർഷൽ സെയിന്റുകളും ഗൂഷിങ്ങും നടന്ന് ഗീൺമോൺ വില്ലയ്ക്കകത്തൂടി ആ വെള്ളച്ചാട്ടത്തിന് സമീപം എത്തിയത്. ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തുമ്പോൾ അവർക്ക് ആ ഓറ പൂർണ്ണമായും നഷ്ടമായി. സീസറും ടീമും നിൽക്കുന്ന കണ്ടതും ഗൂഷിങ് ചോദിച്ചു, എന്തു പറ്റി? അല്ല യങ് മാസ്റ്റർ, ആ ഓറകൾ ഇവിടെ വരെ ഉള്ളൂ. അങ്കിൾ പറയുന്നത് ശരിയാണോ? യങ് മാസ്റ്റർ, ഞാൻ എന്തിനു കളവ് പറയണം? സീസർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് കൂടെയുള്ള മാർഷൽ സെയിന്റുകളും ഗൂഷിങ്ങിനോട് പറഞ്ഞു. അതെ, ആ രണ്ട് ഓറയും ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അത് കേട്ടതും ഗൂഷിങ്ങിന്റെ കണ്ണിലൊരു തിളക്കം. അങ്കിൾ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിന് സാധ്യതയുണ്ട്. ഇവിടെ ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ മിസ്റ്റിക് വേൾഡിനകത്തായിരിക്കും മാർക്ക് ഫെല്ലർ ഉള്ളത്. എന്തുകൊണ്ട് മാർക്ക് ഫെല്ലറെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നതിൻ്റെ ഉത്തരം ഗൂഷിങ്ങിന് ഇതാ ലഭിക്കുകയാണ്. ആ ഗ്രീൻ മൂൺ വില്ലയ്ക്കകത്ത് ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ട്. ആ മിസ്റ്റിക് വേൾഡിനകത്താണ് മാർക്കും എമിലി ബ്ലാക്കും. പക്ഷേ മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്ന് ഒറ്റ തോടുതൽ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളുകൾ വേറെയുണ്ട്. അവരെയാണല്ലോ കീ മാസ്റ്റർ എന്ന് വിളിക്കുക. കീ മാസ്റ്റർ ദുജോണിനെ അവിടേക്ക് വിളിക്കാൻ അങ്ങനെയാണ് ഗൂഷിങ് ഏർപ്പാടാക്കിയത്. ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ അകത്ത് മാർക്ക് ഫെല്ലറും ജിയാങ്ഹിയും രണ്ട് സ്ഥലങ്ങളിലായി ഇരുന്ന് വീണ്ടും അവരുടെ അടുത്ത ലെവലിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. രണ്ടുപേരും അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ ലക്ഷ്യം രണ്ടാണ്. ജിയാങ്ഹിക്ക് ആ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ട് ബ്രേക്ക് ചെയ്ത് മാർഷൽ സെയിന്റ് ആകണം. പക്ഷെ മാർക്കിന് അത് പറ്റത്തില്ല. മാർഷൽ സെയിന്റ് ആവാൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആ നിമിഷത്തിൽ അവന്റെ ഡാൻറ്റൈൻ പോയിന്റിൽ അടിഞ്ഞുകൂടുന്ന ആ എനർജി പൊട്ടിത്തെറിച്ച് അവൻ കൊല്ലപ്പെടുമെന്ന് അത് നന്നായിട്ട് അറിയാം. അവന്റെ ആ ഗോൾഡൻ കോറിന് ഉള്ള പരിക്ക് ഭേദമാക്കാതെ ഒരിക്കൽ കൂടി ശ്രമം നടത്തിയാൽ അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാർക്ക് ഫെല്ലർ പരമാവധി സ്പിരിച്വൽ എനർജി ബോഡിയിലേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ജിയാങ്ഹി മാറിയിരുന്ന് ശരിക്കും ആത്മാർത്ഥമായി ആ കൾട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വിവിയൻ. സമയം ഇങ്ങനെ അതിവേഗം എഴിഞ്ഞു പോവുകയാണ്. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിവിയൻ പെട്ടെന്ന് ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കിലേക്ക് നോക്കി. ആ വാതിലിൽ പെട്ടെന്നാണ് ഒരു പ്രകാശം കത്തിയത്. വിവിയൻ കണ്ടു. അത് കണ്ടതും വിവിയൻ മാർക്കിന്റെ അടുത്ത് ഓടിയെത്തി മാർക്കിനെ വിളിച്ചു, മാർക്ക് ബാബാ, എന്താ നമ്മുടെ ഡോറിൽ ഒരു പ്രകാശം. വിവിയൻ പറഞ്ഞു കേട്ടതും മാർക്കും വിവിയനൊപ്പം ഓടി ആ ഡോറിന്റെ ഭാഗത്തേക്ക് വന്നു. ശരിക്കും ഒരു പ്രകാശം ഇപ്പോൾ ആ ഡോറിൽ അവർക്ക് കാണാം. അത് കണ്ടതും മാർക്ക് വിവിയനോട് പറഞ്ഞു, വിവിയൻ, നീ ഒരു കാര്യം ചെയ്യ്, നീ സീനിയർ ജിയാങ്ഹിയെ എവിടേക്കെങ്കിലും ഒളിപ്പിക്കും. ഒരു കാരണവശാലും സീനിയറിനെ ആരും കാണരുത്. ഞാൻ ഈ അകത്ത് വരുന്ന ആളുകളെ കബളിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും വിവിയൻ ജിയാങ്ഹിയെ ഒളിപ്പിക്കാനായി ഓടാൻ പോയ ആ നിമിഷത്തിൽ അവിടെ കണ്ട പ്രകാശം പെട്ടെന്ന് അങ്ങ് മങ്ങി. പ്രകാശം മങ്ങിയത് കണ്ടതും വിവിയനും മാർക്കും മുഖത്തോട് പോയി നോക്കി. സാധാരണ രീതിയിൽ ആ പ്രകാശം അങ്ങനെ തെളിഞ്ഞതിന് ശേഷം ആ വാതിൽ തുറക്കണം. ഇവിടെ ആ വാതിൽ തുറക്കുന്നതിന് പകരം ആ പ്രകാശം അങ്ങ് മങ്ങുകയാണ് ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ വിവിയനും മാർക്കും ആ വാതിൽക്കിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വാതിലിന് പുറത്ത് മാസ്റ്റർ ദുജോൺ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഇവിടെ ഒരു വാതിലുമില്ല. മിസ്റ്റർ ദുജോൺ, വാതിലില്ലെന്നോ? അതെങ്ങനെ സംഭവിക്കും? മാസ്റ്റർ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇവിടേക്ക് നേരത്തെ പരിശോധിച്ചാണ്. ഇപ്പം ഞാൻ വീണ്ടും പരിശോധിച്ചു.
ഇവിടെ അത്തരത്തിലൊരു വാതിലില്ല, ഇവിടെ ഒരു മിസ്റ്റിക് വേൾഡും ഇല്ല. ദുജോൺ അത് തീർത്ത് പറഞ്ഞതും ഗൂഷിങ്ങിന് ശരിക്കും ദേഷ്യം വരികയാണ്. ഏയ്, നിങ്ങൾ വല്ല മാസ്റ്റർ ആണെന്ന് ഞാൻ കരുതത്തില്ല. ഒരിക്കൽ കൂടി നോക്ക്. യങ് മാസ്റ്റർ ഗൂഷിങ്, ഞാൻ ഇവിടേക്ക് നോക്കിയതാണ്, ഇവിടെ അങ്ങനെ ഒരു വാതിലേ ഇല്ല. അയാൾ വീണ്ടും അയാളുടെ കൈ അവിടേക്ക് ചലിപ്പിച്ചു നോക്കി. അയാൾ എത്ര ചലിപ്പിച്ചിട്ടും അവിടെ അയാൾക്കൊന്നും കിട്ടിയില്ല. അത് കണ്ടതും മാസ്റ്റർ ദുജോൺ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഗൂഷിങ്ങിന് മാസ്റ്റർ ദുജോണിന്റെ ആ പ്രവൃത്തിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം വന്നില്ലെങ്കിലും അവസാനം അയാൾ സീസറും ടീമും പറഞ്ഞനുസരിച്ച് അവിടുന്ന് പിൻവാങ്ങി. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ അകത്ത് മാർക്ക് ഫെല്ലറും വിവിയനും ആ വാതിൽക്കലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അരമണിക്കൂറായിട്ടും പുറത്തുനിന്ന് ഒരു അനക്കവും വരാതെ വന്നതും വിവിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി. അകത്ത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള കീ ഉപയോഗിച്ചല്ലാതെ വേറെ ഒരു കീയും ഇനി ഇവിടെ ഉപയോഗപ്പെടില്ല. വിവിൻ, നീ എന്താ പറയുന്നത്? മാർക്ക്, അന്ന് ആ വിള്ളല് ഒട്ടിച്ച ആളുകളില്ലേ, അവർ നമ്മളെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. അവർ ഒരു അഡീഷണൽ സെക്യൂരിറ്റി സംവിധാനം ഈ വാതിലിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. വിവിയന്റെ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിവിയൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. മാർക്കിനും അത് കേട്ടപ്പോൾ അതിനകത്തൊരു സാധ്യത തോന്നി. സാധാരണഗതിയിൽ അകത്തുള്ള ആളുകൾ ലൈറ്റ് കാണുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ലൈറ്റ് അകത്ത് കണ്ടു എന്നതിന്റെ അർത്ഥം പുറത്തുനിന്ന് ആരോ ശ്രമിച്ചു എന്നുള്ളതാണ്. അയാൾക്ക് അനുയോജ്യമായ കീ കിട്ടാതെ പോയാൽ തുറക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ അയാളുടെ കൺമുന്നിൽ നിന്ന് ആ ലക്ഷ്യസ്ഥാനം മാഞ്ഞാലും തുറക്കാൻ പറ്റാതെ വരും. ഇതിൽ ഏതാണ് സംഭവിച്ചിരിക്കുന്നത് അവർക്കൊരു പിടിയില്ല. അങ്ങനെ തോന്നിയത് മാർക്ക് വിവിയനോട് പറഞ്ഞു, വിവിയൻ, ഞാനേ ഒന്ന് പുറത്തു പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഏയ് മാർക്ക്, എന്തായി പറയുന്നത്? വിവിയൻ, എനിക്ക് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്താൽ ഇപ്പോൾ ഉപയോഗമില്ല. എനിക്ക് മാർഷൽ സെയിന്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. എനിക്ക് വേറൊരാളെ കണ്ട് ചില കാര്യങ്ങൾ അറിയണം. അത് അറിഞ്ഞാലേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് വിവിയനോട് പറഞ്ഞു, വിവിയൻ, നീ സീനിയർ ജിയാങ്ഹിയെ കാര്യമായി ശ്രദ്ധിച്ചോളണേ. മാർക്ക് വിവിയനെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്ക് ആ ഗ്രീൻ മൂൺ വെല്ലിൽ നിന്നുകൊണ്ട് തന്നെ അയാളുടെ ഫോണിൽ ഒരു നമ്പറിലേക്ക് വിളിച്ചു. അയാൾ വിളിച്ചത് സാക്ഷാൽ ഓൾഡ് മാസ്റ്ററെയാണ്. ഓൾഡ് മാസ്റ്റർ CCTV ഉണ്ടെന്ന് ഫോൺ കണക്ട് ആയതും ഓൾഡ് മാസ്റ്റർ പറഞ്ഞു. CCTV എത്തിയാൽ ഓൾഡ് മാസ്റ്റർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യവും ഓൾഡ് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു. മാർക്ക് അവിടെ നിന്ന് ആരുടെ ശ്രദ്ധയപ്പെടാതെ പതുക്കെ CCTV തിരിച്ചു. കാൻ സിറ്റിയിൽ നിന്ന് ഏകദേശം 3 ദിവസം യാത്ര ചെയ്തപ്പോഴാണ് മാർക്കിന് CCTV എത്താൻ പറ്റിയത്. മാർക്ക് തികച്ചും അപരിചിതനല്ല. മാർക്കിനെ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റങ്ങളൊന്നും മാർക്കിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപൂർവമായി കിട്ടുന്ന ചില വാഹനങ്ങൾ മാത്രമാണ് മാർക്ക് ഉപയോഗിക്കുന്നത്. ആരുടെ ശ്രദ്ധയപ്പെടാതെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്നും വിശ്രമിച്ചുമൊക്കെ മാർക്ക് CCTV എത്തുമ്പോൾ കൃത്യം 3 ദിവസം കഴിഞ്ഞു. മാർക്ക് ഫെല്ലർ ഓൾഡ് മാസ്റ്റർ പറഞ്ഞ ആ അഡ്രസ്സിലെത്തി. അവിടേക്ക് മാർക്ക് കയറുമ്പോൾ ചെടികൾ നനച്ചുകൊണ്ടിരിക്കുന്ന ഓൾഡ് മാസ്റ്ററെയാണ് മാർക്ക് കണ്ടത്. മാർക്കിനെ കണ്ടത് ഓൾഡ് മാസ്റ്റർക്ക് ശരിക്കും സന്തോഷം. വെള്ളം ഒഴിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഓൾഡ് മാസ്റ്റർ ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ശരിക്കും ചുറുചുറുക്കയാണ് അദ്ദേഹം ഓടി വരുന്നത്. മാർക്കും ഓൾഡ് മാസ്റ്ററും അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ ഓൾഡ് മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എമിലി എവിടെ? എമിലിക്ക് എങ്ങനെയുണ്ടോ? എമിലി സുഖമായിരിക്കുന്നോ? എമിലിയുടെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ? അവിടെ മുറിവൊക്കെ മാറിയോ? 100,000 ചോദ്യങ്ങളാണ് ഓൾഡ് മാസ്റ്റർ ബ്ലാക്കിൽ നിന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ വന്നത്. ചോദ്യങ്ങളൊക്കെ കേട്ടതും മാർക്ക് ഫെല്ലർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, എമിലി ഇപ്പോൾ എന്നോടൊപ്പം ഇല്ല. ഏയ് മാർക്ക്, നിന്നോടൊപ്പം ഇല്ലെന്നോ? അതെ, എന്നോടൊപ്പം ഇല്ല. എമിലിയെ ചില ആളുകൾ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി. ഹേ മാർക്ക്, നീ എന്തായി പറയുന്നത്? നീ എമിലിയെ സംരക്ഷിക്കണമെന്നല്ലേ ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞതും മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കൊണ്ടുപോയ ആളുകൾ കുഴപ്പക്കാരൊന്നുമല്ല. അങ്ങനെ പറഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓൾഡ് മാസ്റ്ററെ മാർക്ക് ധരിപ്പിക്കുമ്പോൾ ഒരു ശബ്ദം, ഏയ് മാർക്ക് ഫെല്ലർ! ശബ്ദം കേട്ട് മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സാക്ഷാൽ വാൻ ഗസ്മാനെയാണ്. ഗസ്മാനൊപ്പം 2 മാർഷൽ സെയിന്റുകളുമുണ്ട്. മാർക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും ശരിക്കും പെട്ടതുപോലെയായി. മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, അങ്ങ് മുറിയിലേക്ക് കയറിക്കും. അങ്ങ് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. പുറത്തുള്ള കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് മാർക്ക് പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആ മുറിയിലേക്ക് കയറി. അത് കണ്ടതും വാൻ ഗസ്മാൻ ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക്, നീ ഈ സാഹചര്യത്തിലും നിന്റെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ഈ ഒരു പ്രവണത, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. മാർക്ക്, അതിന്റെ പേരിൽ നിന്നെ ഞാൻ സമ്മതിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. മാർക്ക് ഫെല്ലർ, എവിടെ എമിലി ബ്ലാക്ക്?
ഏയ് വാൻ ഗസ്മാൻ, എമിലി ഇപ്പൊ എന്നോടൊപ്പം ഇല്ല. മാർക്ക് നിന്നോടൊപ്പം ഇല്ലെന്നോ? അതെ വാൻ, എമിലി വേറെ ആളുകൾ കൊണ്ടുപോയി. ആളുകൾ കൊണ്ടുപോയെന്നു? അതെ, വേറെ ആളുകൾ കൊണ്ടുപോയി. പക്ഷെ അവരെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാൻ ഗസ്മാനോട് മാർക്ക് ഫെല്ലർ അങ്ങനെ സംസാരിക്കുമ്പോൾ വാൻ ഗസ്മാൻ അയാളുടെ പുറകെ നിൽക്കുന്ന മാർഷൽ സെയിന്റിനോട് പറഞ്ഞു, ഇവനെ കൊല്ലണ്ട, ഇവൻ നമുക്ക് നമ്മുടെ മെക്സിക് വേൾഡിലേക്ക് കൊണ്ടുപോകണം. അത് കേട്ടതും ആ മാർഷൽ സെയിന്റ് വാൻ ഗസ്മാന്റെ മുന്നിലേക്ക് വന്നു. ആ മാർഷൽ സെയിന്റിനെ മാർക്കിനെ അറിയാം. മാർക്ക് ആ മാർഷൽ സെയിന്റിനെയും അയാളുടെ കൂടെയുള്ള മറ്റേ മാർഷൽ സെയിന്റിനെയുമാണ് ഡ്രസ്സൊക്കെ അഴിപ്പിച്ച് നേരത്തെ ആ ലേലം നടന്ന മെക്സിക് വേൾഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. ആ ഓർമ്മ ആ കക്ഷിക്കുമുണ്ട്. അയാൾ മുന്നോട്ട് വന്നതും വാൻ ഗസ്മാൻ അയാളോട് പറഞ്ഞു, അങ്കിൾ സെൻ, അങ്കിളിന് ഇവനോട് ഒരു കണക്ക് തീർക്കാനുണ്ടെന്ന് എനിക്കറിയാം. അങ്കിൾ സെൻ എന്ന് വിളിക്കപ്പെട്ട ആ മാർഷൽ സെയിന്റ് അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു. അതെ യങ് മാസ്റ്റർ വാൻ, ഇവരെ വെറുതെ അങ്ങ് വിട്ടാ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈ ഒന്ന് ആകാശത്തേക്ക് ഉയർത്തി. അയാളുടെ വലത് കൈ അയാൾ ഉയർത്തിയതും അയാളുടെ കൈക്ക് സമാന്തരമായി ഒരു കൈ അയാളുടെ കൈക്ക് മുകളിലായിട്ട് ഉണ്ടായി വന്നു. ശരിക്കും ഒരു ഊർജ്ജം കൊണ്ടുള്ള ഒരു കൂറ്റൻ കൈയാണ് ഉണ്ടാകുന്നത്. ആ കൈ അങ്ങനെ ഉണ്ടായി വന്നതും ആ കൈ കൊണ്ട് അയാൾ മാർക്ക് ഫെല്ലറെ ആഞ്ഞൊന്ന് അടിച്ചു. ആ സമയത്ത് മാർക്കിന്റെ എൻറ്റയർ കപ്പാസിറ്റിയും മാർക്കിന്റെ വലത് കൈയിലേക്ക് കൊണ്ടുവന്ന് ഒരു സുവർണ പ്രകാശത്തോടുകൂടി ആ പാഞ്ഞു വന്ന കയ്യിൽ ഒരൊറ്റ ഇടി. ആ ചുരുട്ടിയ മുഷ്ടിയും നിവർത്തിയ കൈയും തമ്മിൽ കൂട്ടി മുട്ടിയതും ശരിക്കും അവിടെ ഒരു സ്ഫോടനം ഉണ്ടായെന്ന് പറയാം. ഒന്ന് കുടുങ്ങി സകലതും. ആ മുറ്റവും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും ഒക്കെ ഒന്ന് ചിതറുകയും ചെയ്തു. ഈ നിമിഷത്തിൽ പക്ഷേ ആ മാർഷൽ സെയിന്റിനും വാൻ ഗസ്മാനും അയാൾക്ക് ഒപ്പമുള്ള ആളുകൾക്കും വല്ലാത്തൊരു അതിശയം. മാർക്ക് ഫെല്ലർ ശരിക്കും ആ കൈ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. ആ മാന്ത്രിക കൈയാണ് ഇടിച്ച് തെറിപ്പിച്ചത്. പക്ഷെ അതിന്റെ ഒരു ഇഫക്റ്റ് ആ മാർഷൽ സെയിന്റെ കയ്യിലുണ്ട്. മാർഷൽ സെയിൻ അങ്കിൾ സെൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, നീ നിന്റെ റെപ്യൂട്ടേഷൻ നിലനിർത്തി. അത് സമ്മതിക്കാതെ വയ്യ. ഞാൻ എന്റെ കപ്പാസിറ്റിയുടെ 50% ഉപയോഗിച്ചത്. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് 80% ഉപയോഗിക്കും. നിനക്ക് തടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കൈയൊന്ന് ഉയർത്തി. നേരത്തെ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെ അയാൾ രണ്ടാമത് ഉപയോഗിക്കുകയാണ്. അയാൾ കൈയൊന്ന് ഉയർത്തിയതും ആ കൈ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ കൈയായി മാറി. ശരിക്കും അതിശക്തമായ ആ കൈ വളരുമ്പോൾ മാർക്കിന് വല്ലാത്തൊരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ആ പ്രഷർ കൂടിക്കൂടി വരുമ്പോൾ ആ കൈ കൊണ്ട് അയാൾ ഒരൊറ്റ അടിയേറ്റ് മാർക്ക് താഴേക്ക് വീണു. പൊടിയും പുകയും ആ അന്തരീക്ഷത്തിൽ അങ്ങ് നിറഞ്ഞു. വാൻ ഗസ്മാനും ആ രണ്ട് മാർഷൽ സെയിന്റുകളും അകത്ത മുറിയിലുള്ള ഓൾഡ് മാസ്റ്ററും ഒക്കെ അമ്പരപ്പോടെ ആ മുറ്റത്തേക്ക് നോക്കുകയാണ്. വാൻ ഗസ്മാനും ആ മാർഷൽ സെയിന്റുകളും ശരിക്കും വളരെ ആകാംക്ഷയോടെ നോക്കാൻ കാര്യം മാർക്കിനെ അവർക്ക് അറിയാം. സാധാരണഗതിയിൽ വെട്ടി മുറിച്ചിട്ടാൽ പോലും ചാവാത്ത ഒരു ഇനമാണ് ഈ മാർക്ക് ഫെല്ലർ. അവൻ പെട്ടെന്നൊന്നും തീരില്ല എന്നുള്ള കാര്യം അവർക്ക് മൂവർക്കും അറിയാം. അതുകൊണ്ടാണ് അവര് ആകാംക്ഷയുടെ അങ്ങോട്ട് നോക്കിയത്. അവര് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പൊടി പടലങ്ങളൊക്കെ ഒന്ന് അടങ്ങി. അത് കണ്ടതും ആ മാർഷൽ സെയിന്റും വാൻ ഗസ്മാനും കൂടി നടന്ന് ആ പൊടികളുടെ ഇടയിലേക്ക് വന്നു. അവിടെ മണ്ണിൽ അബോധാവസ്ഥ കിടക്കുകയാണ് മാർക്ക് ഫെല്ലർ. അവന്റെ പുറത്തുകൂടി കുറെ മണ്ണ് കിടപ്പുണ്ട്. ഒറ്റ അടിക്ക് മാർക്ക് ഫെല്ലർ താഴെ വീണതും ആ തറ ചിതറിയിരുന്നു. ചിതറിയ തറയിൽ നിന്ന് മണ്ണ് മാർക്കിന്റെ പുറത്തേക്ക് വീണിരിക്കുകയാണ്. മാർക്കിനെ ആ മാർഷൽ സെയിന്റ് തൂക്കിയെടുത്തു. അബോധാവസ്ഥയിലുള്ള മാർഷൽ സെയിന്റിനെ അയാളുടെ തോളി കിടത്തിയതും വാൻ ഗസ്മാൻ മറ്റേ മാർഷൽ സെയിന്റിനോട് പറഞ്ഞു, ബാ നമുക്ക് പോവാം. ആ ഹാളിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ആ രണ്ടാമത്തെ മാർഷൽ സെയിന്റ് വാൻ ഗസ്മാനോട് ചോദിച്ചു, യങ് മാസ്റ്റർ അയാൾ എന്ത് ചെയ്യണം? അങ്ങനെ ആ രണ്ടാമൻ ചോദിച്ചതും വാൻ ഗസ്മാൻ തിരിഞ്ഞ് അകത്ത മുറിയിലുള്ള ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഒന്ന് നോക്കി. അതിനുശേഷം അയാൾ ആ മാർഷൽ സെയിന്റിനോട് പറഞ്ഞു, വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ മൂവർ സംഘം മാർക്ക് ഫെല്ലറേയും കൊണ്ട് അതിവേഗം പുറത്തേക്ക് ഇറങ്ങി. അവരുടെ വാഹനം അവിടെ റെഡിയായി കിടപ്പുണ്ട്. മാർക്കിനെ അവർ വന്ന വാഹനത്തിലേക്ക് കയറ്റി. മാർക്കിനെയും കൊണ്ട് അവർ അവിടെ മിസ്റ്റിക് വേൾഡ് ലക്ഷ്യമാക്കി മൂവ് ചെയ്യുമ്പോൾ ജിന്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അകത്ത് കോൺഫറൻസ് മുറിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ 8 ഹൈറപ്സും അവിടെ വന്നിട്ടുണ്ട്. ഗൂഷിങ്ങിന് വേണ്ടി ആ 8 പേരും വെയിറ്റ് ചെയ്യുകയാണ്. ഗൂഷിങ് വന്നതും മീറ്റിംഗ് ആരംഭിച്ചു. ശരിക്കും എല്ലാവരും ഗൂഷിങ്ങിനെ വഴക്ക് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഗൂഷിങ് മീറ്റിംഗ് തുടങ്ങിയതും ഹൈറപ്സിനോട് പറഞ്ഞു, ഹൈറപ്സ് എമിലി ബ്ലാക്കിനെ ഞാൻ ഉടൻ പിടികൂടും. അത് കേട്ടതും ആ ശബ്ദങ്ങളിൽ ഒന്ന് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഏയ് അത് വേണ്ട. ഹൈറപ്സ് എന്താ പറഞ്ഞേ? നീ ഇനി എമിലി ബ്ലാക്കിനെ നോട്ടമിടണ്ട എന്നാ പറഞ്ഞത്. ഹൈറപ്സ് എനിക്ക് മനസ്സിലായില്ല. ഏയ് എമിലി ഇനി നമ്മുടെ ടാർഗറ്റ് അല്ല. എമിലി നമുക്കിനി കിട്ടില്ല. എമിലി ബ്ലാക്ക് അവരുടെ കയ്യിൽ നിന്ന്
എന്നേക്കുമായി രക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ആ ഹയർപ്സ് ഇപ്പോൾ എങ്ങനെയോ അറിഞ്ഞിരിക്കുകയാണ്. ആ കാര്യമാണ് അവർ ഗൂഷിങ്ങിനോട് പറഞ്ഞത്. ഗൂഷിങ്ങിന് അത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത അവിശ്വാസം. ഗൂഷിങ് അമ്പരപ്പെട അവർ നോക്കിയതും അതിലൊരാൾ ഗൂഷിങ്ങിനോട് പറഞ്ഞു, പക്ഷേ മാർക്ക് ഫെല്ലറെ നമുക്ക് വേണം, അവനെ നീ കൊല്ലണം, അവൻ കാരണമാണ് ആ എമിലി ബ്ലാക്കിനെ നമുക്ക് നഷ്ടമായത്. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് അവസാനിക്കുകയും ചെയ്തു. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഗൂഷിങ് ആലോചിക്കുന്നു, അതാണ് എമിലി ബ്ലാക്കിനെ ഇനി അന്വേഷിക്കേ വേണ്ട എന്നാണ് ഹയർപ്സ് അവന് കൊടുത്തിരിക്കുന്ന ഓർഡർ. എന്തായിരിക്കാം അതിന്റെ കാരണം? അതിനെക്കുറിച്ച് ഗൂഷിങ് ആലോചിക്കുമ്പോൾ മാർക്ക് ഫെല്ലറേയും കൊണ്ട് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു മലയിലേക്ക് ആ വാഹനം എത്തി. വാഹനം നിർത്തി പുറത്തിറങ്ങിയ വാൻ ഗസ്മാനും ആ രണ്ട് മാർഷൽ സെയിന്റുകളും മാർക്കുമായി നടക്കുകയാണ്. മാർക്ക് ആ മാർഷൽ സെയിന്റ് അങ്കിൾ സെന്നിന്റെ തോളിൽ അങ്ങനെ കിടക്കുകയാണ്. അവർ നടന്ന് ഒരു പ്രത്യേക സ്ഥലത്തെത്തി. ആ പ്രത്യേക സ്ഥലത്തെത്തിയതും വാൻ ഗസ്മാൻ കൂടെയുള്ള മാർഷൽ സെയിന്റുകളോട് പറഞ്ഞു, എന്തായാലും ഇവനെ ഉപയോഗിച്ച് നമുക്ക് എമിലിയെ പിടിക്കണം. ഇവൻ ആദ്യമൊന്നും പറയില്ല, പക്ഷേ ഇവനെ കാര്യമായി ഒന്ന് പീഡിപ്പിച്ചാൽ ഇവനും പറയും. മാർക്ക് ഫെല്ലറെ കൊണ്ട് എമിലി ബ്ലാക്ക് എവിടെയുണ്ടെന്നുള്ള വിവരം പറയിപ്പിക്കാമെന്ന് വാൻ ഗസ്വാൻ പറയുമ്പോൾ ആ മാർഷൽ സെയിന്റും അതിനോട് യോജിച്ചു. അതെ അതെ, ഇവനല്ല അവൻ്റെ അപ്പൂപ്പനും കാര്യം പറയുമല്ലോ, നമ്മുടെ പീഡനമുറകൾ ഇവന് കൃത്യമായി അറിഞ്ഞുകൂടാ. അങ്ങനെ ആ അങ്കിൾ സെൻ പറഞ്ഞപ്പോൾ വാൻ ഗസ്വാൻ അങ്കിൾ സെനോട് പറഞ്ഞു, ഞാൻ വാതിൽ തുറക്കാം. അവരുടെ മിസ്റ്റിക് വേൾഡിലേക്കുള്ള വാതിൽ തുറക്കാനായി അവൻ അവന്റെ സീക്രട്ട് കീ എടുത്തു. കീ കയ്യിലെടുത്ത് അവന്റെ വലത് കൈ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ആ സ്ഥലത്ത് അവന്റെ കൈ എത്തിയതും ആ ഭാഗത്ത് ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. ഈ സമയത്ത് അങ്കിൾ സെന്നിന്റെ തോളിൽ കിടക്കുന്ന മാർക്ക് ഫെല്ലർ ചുറ്റും നോക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഉണർന്നിട്ട് കുറെ നേരമായി. മാർക്കിന്റെ ഓറ റെസ്ട്രിക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. മാർക്ക് കൃത്യമായിട്ടും ആ സ്ഥലം ഒന്ന് നോട്ട് ചെയ്തു. വാൻ കുടുംബത്തിന്റെ ആ മിസ്റ്റിക് വേൾഡ് എവിടെയാണ് ഉള്ളതെന്നുള്ളത് തികച്ചും ഒരു രഹസ്യമാണ്. മിസ്റ്റിക് വേൾഡിന്റെ സ്ഥാനം ഒരു കുടുംബവും വേറൊരാളോട് പങ്കുവെക്കത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ ആ മേള നടത്താനായി തികച്ചും ഉപേക്ഷിക്കപ്പെട്ട ശൈലി കണ്ട ഒരു സ്ഥലത്ത് വാൻ ഗസ്മാനും മറ്റുള്ള ആളുകളും ചേർന്ന് ആ മേള സംഘടിപ്പിച്ചത്. അത് ആ മിസ്റ്റിക് വേൾഡുകൾ എല്ലാവരും വരുന്നൊരു സ്ഥലമാണ്. സ്വന്തം മിസ്റ്റിക് വേൾഡിലേക്ക് അവരാരെയും കൊണ്ടുപോയില്ല. ഗസ്മാൻ ആ വാതിൽ തുറക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ അങ്കിൾ സെന്നിന്റെ തോളിൽ നിന്ന് താഴേക്ക് ചാടി. തോളിൽ നിന്ന് താഴേക്ക് ചാടുന്ന ആ നിമിഷത്തിൽ തന്നെ മാർക്ക് ഫെല്ലർ ആ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ശരിക്കും ആ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് പൂർത്തീകരിച്ച നിമിഷത്തിലാണ് മാർക്ക് ബോഡിയിൽ നിന്ന് താഴേക്ക് ചാടിയത്. മാർക്ക് ഫെല്ലർ താഴേക്ക് ചാടിയ നിമിഷത്തിൽ ശരിക്കും ആ മൂവർ സംഘം ഞെട്ടിയെന്ന് പറയാം. ഓടുന്ന മാർക്കിനെ വാൻ ഗസ്മാനും അങ്കിൾ സെന്നും കൂടെയുള്ള ആ മാർഷൽ സെയിന്റും കണ്ടു. പെട്ടെന്ന് അങ്ങനെ മാർക്ക് എണീറ്റ് ഓടുമെന്ന് അവരാരും കരുതിയിരുന്നല്ല. മാർക്കിന്റെ വേർഡ് ഫോർമുല അൺബിലീവബിൾ സ്പീഡ് മാർക്കിന് നൽകുന്ന ഒരു കാര്യമാണ്. അമ്പരം നിൽക്കുന്ന ആ മാർഷൽ സെയിന്റുകളോടായി വാൻ ഗസ്മാൻ പറഞ്ഞു, അങ്കിൾ അവർ ഫോളോ ചെയ്യും, ഒരു കാരണവശാലും വിടരുത്. കേൾക്കേണ്ട താമസം ആ രണ്ട് മാർഷൽ സെയിന്റുകളും മാർക്ക് ഓടിയ അതേ വഴി കൂടി ഓടി തുടങ്ങി. മാർക്ക് അവർ വന്ന വഴി കൂടി അല്ല പോകുന്നത്. മാർക്ക് ആ മലയുടെ താഴേക്ക് ചാടി ചാടി പോവുകയാണ്. മാർക്ക് ഏതാണ്ട് പറന്ന് പോവുകയാണെന്ന് പറയാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ രണ്ട് മാർഷൽ സെയിന്റുകളും ഗസ്മാന്റെ മുന്നിൽ മടങ്ങിയെത്തി. മാസ്റ്റർ, സോറി, അവനെ കിട്ടിയില്ല. ഇതിപ്പോ പ്രശ്നമായല്ലോ. നമ്മുടെ മിസ്റ്റിക് വേൾഡ് എവിടെയാണെന്ന് അവൻ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. ഇത് അപകടമാണ്. കഥയുടെ ഈ ഭാഗം ഞാനോട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.